നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കാരണം ഈ സിനിമയിൽ ഒരു ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ട്വിസ്റ്റാണെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ അതിനോടൊപ്പം തന്നെ പല ഡൗട്ടുകളും നമ്മുടെ തലയിലേക്ക് കയറി വരും. ആ ഒരു സമയത്ത് ഹീറോ എന്തിനായിരിക്കാം അങ്ങനെ സംസാരിച്ചത്, ഹീറോ എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ അവിടെ ഇട്ടത്, അങ്ങനെ പല ഡൗട്ടുകൾ. സിനിമ കഴിയാൻ നേരത്താണെങ്കിൽ ഈ കൊലപാതകങ്ങളെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് സിനിമയിൽ നമുക്ക് കാണിച്ചു തരും, പറഞ്ഞു തരില്ല. അതായത് ഈ കൊലപാതകങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. സിനിമ ഒരിക്കലും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ ഒരു വള്ളി നമുക്ക് കേൾക്കാം. സിനിമ നടക്കുന്നത് 1930 ചൈനയിലാണ്. ചൈനയിലെ വലിയൊരു ഫാക്ടറി, ബുള്ളറ്റ്, തോക്ക് ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി. അവിടെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കെ പല ആളുകളും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം കാരണം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ കൊലപാതകങ്ങളെല്ലാം സംഭവിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ ഒരു പെൺകുട്ടി അവിടെ നിന്നും ബുള്ളറ്റ് കട്ടെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അവളുടെ ആത്മാവായിരിക്കാം ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ കളിക്കുന്നതെന്നാണ് അവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മരണപ്പെട്ട ആളുകളെല്ലാം ഗണ്ണിലെ ബുള്ളറ്റ് കയറിയാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ബുള്ളറ്റ് അവിടെ എവിടെയും കാണാൻ പറ്റില്ല. അവരുടെ ശരീരത്തിനകത്തേക്ക് കയറിയ ബുള്ളറ്റ് ആണെങ്കിലും അകത്ത് കാണാൻ പറ്റില്ല. ഈ അദൃശ്യമായ ബുള്ളറ്റിനെ നാട്ടുകാർ ഫാൻറ്റം ബുള്ളറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം ആ ബുള്ളറ്റ് കാണാൻ പറ്റില്ല. പോരാത്തതിന് അവിടെയുള്ള ചുമരുകളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഫാൻറ്റം ബുള്ളറ്റ് നിങ്ങളെല്ലാവരെയും കൊന്നുകളയും. ഇതെല്ലാം കണ്ട് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും പേടിയാവും. എന്നാൽ ഈ കേസിന്റെ ചുരുളഴിക്കാൻ വരുന്ന ഹീറോക്ക് ചുരുളഴിക്കാൻ പറ്റുമോ എന്നാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ഒരു ഹീറോ മാത്രമല്ല, രണ്ട് ഹീറോ ഈ സിനിമയിൽ. ഇനിയും ഞാൻ പറയാൻ നിന്ന ഈ സിനിമയിലെ പല ഭാഗങ്ങളും ഞാൻ പറഞ്ഞു പോകും. എന്നാൽ പിന്നെ നമുക്ക് 2012 റിലീസ് ചെയ്ത ദ ബുള്ളറ്റ് വാനിഷസ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചൈനയിലെ ബുള്ളറ്റ് ഫാക്ടറിയാണ് കാണിക്കുന്നത്. അവിടെ ബുള്ളറ്റുകൾ മാത്രമല്ല ഗണ്ണുകളും ഉണ്ടാക്കുന്നുണ്ട്. അതും പോരാത്തതിന് ഗണ്ണുകൾക്ക് ആവശ്യമായിട്ടുള്ള പല എക്യുപ്മെന്റ്സ് അതെല്ലാം അവിടെ നിർമ്മിക്കുന്നുണ്ട്. വലിയൊരു ഫാക്ടറിയാണ്. ബുള്ളറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള വെടിമരുന്ന് അവരവിടെ നിന്ന് തന്നെയാണ് മെയിൻ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞത് ബുള്ളറ്റിലേക്ക് ഇറക്കി വെക്കാനും ആ ബുള്ളറ്റ് പരിശോധിച്ച് നോക്കാനുമായിട്ട് പല സെക്ഷനുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു ഫാക്ടറിയല്ല, ഇഷ്ടംപോലെ തൊഴിലാളികളുള്ള വലിയൊരു ഫാക്ടറി. അന്നേ ദിവസം രാത്രി ഫാക്ടറിയുടെ മുന്നിൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ കൂടിയിട്ടുണ്ട്. അവിടെയുള്ള ജോലിക്കാർ തന്നെയാണ് അവിടെ കൂടിയിട്ടുള്ളത്. വെള്ളക്കോട്ടും വെള്ളത്തൊപ്പിയും ധരിച്ചുകൊണ്ട് അവരുടെ മുതലാളിയും ഫാക്ടറിയുടെ ഉടമയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു പരിപാടി നടക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയല്ല. ഒരു സ്ത്രീ തലയിൽ ഗണ്ണ് വെച്ചിട്ട് അത് ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അവൾ എന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നതെന്ന് അറിയില്ല. പക്ഷെ അടുത്ത സെക്കൻഡിൽ ആ ഗണ്ണ് വെച്ച് അവളുടെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്ത് മരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത കിലോമീറ്ററുകൾക്ക് ഇപ്പുറം മറ്റൊരു നാട്ടിൽ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. ആളുടെ പേര് സോങ് എന്നാണ്. എന്നാൽ അങ്ങേരിപ്പം തൂങ്ങി മരിക്കാനാണ് പോകുന്നത്. എന്ത് കാരണത്താലാണ് തൂങ്ങി മരിക്കുന്നതെന്ന് അറിയില്ല. അങ്ങേര് കഴുത്തിന് കുരുക്കൂട്ടിട്ട് അവിടെ നിന്ന് തൂങ്ങി. എന്നാൽ തൂങ്ങി കഴിയുമ്പോഴാണ് അങ്ങേക്ക് ജീവിക്കാൻ തോന്നുക. പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട് നോക്കും. താഴെ ഉണ്ടായിരുന്ന സ്റ്റൂളാണെങ്കിൽ ഇപ്പം അവിടെ ഇല്ല. അങ്ങേര് രക്ഷപ്പെടാനായിട്ട് പല പരാക്രമണങ്ങളും ചെയ്ത് നോക്കുന്നുണ്ട്. അതേ സമയത്ത് ആ റൂമിന് പുറത്തായിട്ട് ഒരു പോലീസുകാരി ഇരിക്കുന്നുണ്ട്. അങ്ങേരുടെ തൊട്ടടുത്തായിട്ട് തന്നെ മണൽ കൊണ്ട് ടൈമർ സെറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ടൂളും ഇരിക്കുന്നുണ്ട്. പോലീസുകാരൻ അതിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അങ്ങേര് പേടിച്ച് പെട്ടെന്ന് തന്നെ ആ റൂമിലേക്ക് ഓടി ചെല്ലും. എന്നാൽ അങ്ങേര് കാണുന്നത് ഹീറോ മുഖം കഴിക്കൊണ്ട് നിൽക്കുന്നതാണ്. ശരിക്കും ഹീറോ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഒരാൾ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുമ്പോൾ കഴുത്തിന് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാന്ന് ചെയ്ത് നോക്കിയായിരുന്നു. എന്നാൽ രണ്ടുപേരും ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഈ ടൈം കഴിയുമ്പോൾ തന്നെ പോലീസുകാരനോട് ഓടി വരാനായിട്ട് പറഞ്ഞാണ്. പക്ഷേ പോലീസുകാരൻ്റെ ടൈമറിൽ എന്തോ ഒരു തെറ്റ് പറ്റി. എന്തായാലും ഹീറോ പറയും തൂങ്ങി മരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മുഖത്തിന്റെ കളർ നീല നിറത്തിലേക്ക് മാറും. കണ്ണിന്റെ രക്തക്കുഴലെല്ലാം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ കഴുത്തിന്റെ എല്ലിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. കഴുത്തിന്റെ എല്ല് പൊട്ടിയിരുന്നെങ്കിൽ കഴുത്ത് ഞെരിഞ്ഞിട്ട് അങ്ങേര് മരിക്കായിരുന്നു. എന്തായാലും ഹീറോ കണ്ണ് തുറിച്ചുകൊണ്ട് പറയും ചുങ്ചാങ്ങിൻ്റെത് ഒരു കൊലപാതകമല്ലായിരുന്നു, അങ്ങേര് ആത്മഹത്യ തന്നെയാണ് ചെയ്തത്. ഏതോ ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞ കേസിനെ സത്യമാണോ അല്ലേന്ന് തെളിയിച്ചു നോക്കിയായിരുന്നു ഹീറോ. എന്തായാലും തെളിയിച്ചു, അതൊരു കൊലപാതകമല്ലായിരുന്നു, ആത്മഹത്യയാണ്. നമ്മൾ ഇതിന്റെ മുന്നേയുള്ള ഒരു സിനിമയിലും ഇതേ ഹീറോയെ കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ പേര് മാഡ് ഡിക്റ്റേറ്റീവ് എന്നായിരുന്നു. ആ സിനിമയിലും ഇങ്ങേർക്ക് ഇതുപോലെയുള്ള ഓരോ വെടലത്തരങ്ങളാണ്. ആരെങ്കിലും ഒരു കൊലപാതകം ചെയ്താൽ അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. കുഴി കുഴിച്ചിട്ട് അതിലിറങ്ങി നിന്ന് മണ്ണിട്ട് മൂടി നോക്കുക. ഒരു പെട്ടിയിൽ കയറിയിരുന്ന് പെട്ടി പൂട്ടിയിട്ട് സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വീഴുക. ഇങ്ങനെയുള്ള ഓരോ പരിപാടികളിലൂടെയാണ് അങ്ങേര് കേസുകളെല്ലാം തെളിയിച്ചുകൊണ്ടിരുന്നത് ആ സിനിമയിൽ. എന്നാൽ ഏകദേശം ഈ സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പല സീനുകളിലും നമുക്കത് കാണാൻ പറ്റും. എന്തായാലും പരീക്ഷണം കഴിഞ്ഞിട്ട് അങ്ങേരെ ഓഫീസിൽ വന്നിരിക്കുകയാണ്. അങ്ങേര് ഒരു ജയിലിന്റെ വാർഡനാണ്. പക്ഷെ അന്നേരമാണ് അങ്ങോട്ട് ജയിലിന്റെ ശരിക്കുള്ള വാർഡൻ വരുന്നത്. അങ്ങേര് ഇരിക്കേണ്ട കസേരയിലാണ് ഇപ്പൊ ഹീറോ അവിടെ ഇരിക്കുന്നത്. നീ എന്തിനാണ് ഇമാതിരി ഓരോ പരിപാടികൾ എടുക്കാൻ നോക്കുന്നത്? നീ ഇന്ന് തൂങ്ങി മരിക്കാൻ നോക്കി, നാളെയാണെങ്കിൽ നീ ചിലപ്പോൾ ചാടി മരിക്കാൻ നോക്കും. മേലെ ഇതൊന്നും ചെയ്തു പോരുത്. പിന്നെ എന്റെ ജോലി ചെയ്യാനായിട്ട് ഇവിടെ വേറെ ആരുമില്ല. ശരിക്കും ഹീറോ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ മേയർക്ക് ജോലികളെല്ലാം കുറവാണ്. മേയർ ചെയ്യേണ്ട ജോലി കൂടെ ഹീറോയാണ് അവിടെ ചെയ്യാറ്. എന്തായാലും ഹീറോ മേയറിന് കസേരയിൽ മാറിക്കൊടുക്കും. മേയർ അവിടെ വന്നിരുന്ന് പറയും ഇന്ന് നിന്നെ കാണാനായിട്ട്
ആയിട്ട് ഒരു വലിയ ഉദ്യോഗസ്ഥൻ വരും. അങ്ങേര് ചോദിക്കുന്നതിനൊക്കെ കറക്റ്റായിട്ട് ഉത്തരം പറയണം. അങ്ങേരോട് മുടയൊന്നും കാണിക്കാൻ നിൽക്കരുത്. എന്തെങ്കിലും കാണിച്ചാൽ അങ്ങേര് നിന്നെ ഇവിടുന്ന് സീറ്റ് മാറ്റിക്കളയും, സ്ഥലം തന്നെ മാറ്റിക്കളയും. ഹീറോ അതിനും ഓക്കെ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് ഹീറോയെ കാണാൻ വരാമെന്ന് പറഞ്ഞ പോലീസുകാരെ എത്തിയിട്ടുണ്ട്. അങ്ങേരെ ഒരു ചാക്കിന്ന് ഇഷ്ടം പോലെ കത്തുകൾ ഹീറോയുടെ മുന്നിൽ നിരത്തി വെച്ചിട്ട് ഇതെല്ലാം എന്താന്ന് ചോദിക്കും. സംഭവം എന്താന്ന് വെച്ചാൽ ഹീറോ സമയം കിട്ടുന്ന നേരത്തെല്ലാം ഈ ജയിലിലെ കൊലയാളികളുടെ അടുത്ത് ചെന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. പലരും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർ കൊലയാളിയാണോ അല്ലേ എന്നുള്ള കാര്യമെല്ലാം ഹീറോക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അവർ കൊലയാളിയല്ലെന്നും അവരുടെ കേസിൽ ഇളവ് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഹീറോ വലിയ ഓഫീസുകളിലേക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു. എന്നാൽ വന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇനി മേലാൽ ഇമാതിരി പരിപാടികൾ എടുക്കരുതെന്നാണ്. കൂടെ തന്നെ ഹീറോക്ക് സ്ഥലം മാറ്റം കൊടുക്കും. ഇനി ഇവിടെ നിന്നാൽ ഹീറോ ഇനിയും ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇനിയും കത്തുകൾ അയക്കും. അതുകൊണ്ട് അപ്പം തന്നെ ഹീറോയെ അവിടുന്ന് സ്ഥലം മാറ്റി. അതേസമയത്ത് ഫാക്ടറിയുള്ള നാടാണ് കാണിക്കുന്നത്. അവിടെ വലിയൊരു മൈതാനത്ത് കുറേ പേര് വന്ന് കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ പ്രാവുകളെ തുറന്നു വിട്ട് അതിനെ ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വന്നിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ആ നാട്ടിലെ വലിയ പോലീസുകാരൻ ബോസും കൂടെ തന്നെ ആ ഫാക്ടറിയിലെ മുതലാളിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ അവരുടെ ശിങ്കിടിമാരും വന്നിട്ടുണ്ട്. അവരെല്ലാവരും പ്രാവിനെ ഷൂട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റി. ഫാക്ടറി മുതലാളികളും പോലീസുകാരുമായിട്ട് പല പൈസകളുടെ ഇടപാടുകളും ഉണ്ട്. അവർ പ്രാവിനെ കൊണ്ടുവന്നിരിക്കുന്ന പെട്ടിയിലാണ് കാശുകളും കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ മൈതാനത്തിന് പുറത്ത് നിന്ന് നോക്കുന്നവർ കണ്ടാൽ വിചാരിക്കുക അവിടെ പ്രാവിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ അകത്ത് നടക്കുന്നത് പൈസയുടെ ഇടപാടാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന നേരത്താണ് ദൂരെ നിന്ന് കാട്ടിൽ നിന്ന് ആരോ ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുക. അവർ പെട്ടെന്ന് തന്നെ അവിടെ ഓടിയെത്തും. നോക്കുമ്പോൾ കാണുന്നത് ബോസിന്റെ കൂടെ വന്നൊരു പോലീസുകാരൻ കാട്ടിൽ പന്നിയാണെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്തപ്പോൾ കൊണ്ടിരിക്കുന്നത് മുതലാളിയുടെ ഒരു ജോലിക്കാരനാണ്. എന്നാൽ ഷൂട്ട് ചെയ്ത പോലീസുകാരൻ പറയുന്നുണ്ട് എന്നോടൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന്. എന്നാൽ ബോസ് പറയുന്നത് പോലീസുകാരനെന്ന് വെച്ചാൽ ജനങ്ങളെ സേവിക്കേണ്ടവനാണ്. ആ ഒരു നീ തെറ്റ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ നീ തന്നെയാണ് ഇവിടുന്ന് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ താഴെ നിന്ന് ഒരു കല്ലെടുത്ത് അവന്റെ തലക്ക് തന്നെ അടിക്കാൻ തുടങ്ങും. ഇത് കാണുന്ന ഫാക്ടറി മുതലാളിയുടെ മുഖത്ത് എന്തോ ഒരു സന്തോഷമുണ്ട്. കാരണം അങ്ങേരുടെ കൺട്രോളിലാണ് ഇപ്പോൾ പോലീസുകാരെല്ലാവരും നീങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ബോസ് തിരിച്ച് വണ്ടിയിൽ വന്ന് കയറാൻ നേരത്ത് കൂടെ ജോലി ചെയ്യുന്ന ബോസിന്റെ നേരെ താഴെ തന്നെ ജോലി ചെയ്യുന്ന ഒരുത്തൻ വന്ന് ബോസിന് എന്തോ ഒരു വേര് കൊടുക്കും. കാണുമ്പോൾ സാധാരണ ഒരു വേരാണ്, പക്ഷെ എന്തോ ഒരു അമൂല്യമായിട്ടുള്ള വേരാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ പ്രൊമോഷൻ ശരിയാക്കി തരില്ലേ എന്ന് അവൻ ബോസിനോട് ചോദിക്കുകയും ചെയ്യും. കാരണം അങ്ങേര് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അങ്ങേര് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യണമെന്നാണ് ഈ വേര് കൊടുത്തവൻ പറയുന്നത്. എന്തായാലും ബോസും അവന് തന്നെ അങ്ങേരുടെ സ്ഥാനം കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം അങ്ങേർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ സെക്കൻഡ് ഹീറോയാണ് കാണിക്കുന്നത്. ഏതോ ഒരു കുടിസുമുറിയിൽ ഇരുന്ന് പുട്ടും കടല അടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടാ വെറുതെ പുട്ടും കടല അടിച്ചോണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. എന്നാൽ ആൾ ഇരിക്കുന്നത് ഒരു റെഡ് സ്ട്രീറ്റിലാണ്. ഇവിടേക്ക് ഒരു കൊലയാളി വരുന്നുണ്ട്. അവനെ പിടിക്കാനായിട്ടാണ് കാത്തിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഏതോ ഒരു റൂമിൽ നിന്ന് ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കും. ഹീറോ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടിച്ചെല്ലും. കൂടെയാണെങ്കിൽ വേറെയും കുറച്ച് പേര് കൂടി ഉണ്ട്. അവർ പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട റൂമിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ്. ഹീറോ പെട്ടെന്ന് തന്നെ അവളെ താഴെ ഇറക്കിയിട്ട് ചുറ്റുപാടുമായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അന്നേരമാണ് ബാൽക്കണിയിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നുക. ഓടിച്ചെല്ലുമ്പോഴേക്ക് അവൻ താഴേക്ക് എടുത്ത് ചാടി. എന്നാൽ ഹീറോയും വിടില്ല, അവന്റെ പിന്നാലെ തന്നെ എടുത്ത് ചാടും. എന്നാൽ അപ്പോഴേക്ക് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഹീറോ അവന്റെ കാൽപ്പാടും പിടിച്ചുകൊണ്ട് പിന്നാലെ ചെല്ലുമെങ്കിലും ആൾക്കൂട്ടത്തിലേക്കാണ് ചെല്ലുന്നത്. പിന്നെ അവനെ കാണാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് ഹീറോയുടെ അസിസ്റ്റന്റും എത്തി. ഹീറോയുടെ പേര് ലീ, ഹീറോയുടെ അസിസ്റ്റന്റിന്റെ പേര് സൺ. അവര് രണ്ടുപേരും കൂടെ റോഡിന്റെ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെയും ബ്ലോക്ക് ചെയ്യും. അതാണെങ്കിൽ നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കുകയാണ്. അന്നേരമാണ് അതൊന്നും നോക്കി നിൽക്കാതെ ഒരുത്താൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നത്. ഹീറോ അവന്റെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. സണ്ണിനോട് പറയും ആ കൊലയാളിയുടെ ഉയരം 5 അടി 9 ഇഞ്ചാണ്. അങ്ങേരുടെ വെയിറ്റ് 165 പൗണ്ടാണ്. 165 പൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ 74 കിലോയോളം ഭാരം വരും. അത് കഴിഞ്ഞിട്ട് അവന്റെ പ്രായം കൂടെ പറഞ്ഞു കൊടുക്കും. 25നും 35നും ഇടയിലാണ് അവന്റെ പ്രായം. അന്നേരം അസിസ്റ്റന്റ് ചോദിക്കും നിങ്ങൾക്കിതെല്ലാം ഇപ്പൊ എങ്ങനെയാണ് മനസ്സിലായേ? അതിന് ഹീറോ പറഞ്ഞു കൊടുക്കും ഞാൻ അവന്റെ പിന്നാലെ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടിയപ്പോൾ എന്റെ കാൽപാദം പതിഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ കനത്തിലാണ് അവന്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ളത്. പിന്നെ അവൻ നടന്ന കാൽപാദങ്ങളുടെ ദൂരം വെച്ചുകൊണ്ട് അവന്റെ ഉയരം എനിക്ക് മനസ്സിലായി. സാധാരണ ഒരു ചെറുപ്പക്കാരാണ് ഇത്രയും ദൂരത്തിൽ കാല് നീട്ടി വെച്ച് നടക്കുക. അതുമാത്രമല്ല ആ ചാട്ടത്തിൽ അവന്റെ വലത് കാലിന് കാര്യമായിട്ട് എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇടതുകാലി വെച്ച് ഊന്നിയാണ് നടന്നിരിക്കുന്നത്. അതേസമയത്ത് തന്നെ ആ ഹോട്ടലിൽ ഒരുത്തൻ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ വലതുകാലി വെച്ചാണ് പിയാനോയുടെ താളം പിടിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഹീറോക്ക് മനസ്സിലായി അവനാണ് കുറ്റവാളി. അവനാണെങ്കിൽ ഹീറോയെ കണ്ടപ്പോൾ തന്നെ പേടിച്ച് വിറച്ച് എഴുന്നേറ്റ് നിന്ന് അവിടെയുള്ള വെയിറ്റർ പെണ്ണിനെ പിടിച്ച് അവളുടെ തലക്ക് ഗണ്ണ് വെക്കും. അന്നേരമാണ് ഹീറോയുടെ ഒരു പ്രത്യേക കഴിവ് നമ്മൾ കാണുന്നത്. അവൻ ഒരൊറ്റയടിക്ക് ഗണ്ണെടുത്ത് അവന്റെ ഷോൾഡറിൽ ഷൂട്ട് ചെയ്ത് താഴെയിടും. ഈ സിനിമയിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഇതാണ്. ചാട്ടത്തിൽ വലതുകാലിന് പരിക്ക് പറ്റുന്ന ആൾ എന്തുകൊണ്ടായിരിക്കാം വലതുകാല് കൊണ്ട് തന്നെ പിയാനോയുടെ താളം പിടിച്ചിരിക്കുക? അതുമാത്രം എന്തോ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഹീറോ അവനെ ഷൂട്ട് ചെയ്തു, അവനെ അറസ്റ്റ് ചെയ്തു. അവിടെ നിന്നും ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറിയിട്ട് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോക്ക് സ്ഥലം മാറ്റം കിട്ടുന്നത് സെക്കൻഡ് ഹീറോ നിൽക്കുന്ന നാട്ടിലേക്കാണ്. അതായത് ആ ഫാക്ടറിയുള്ള നാട്ടിലായിരുന്നു, അങ്ങോട്ടാണ് സ്ഥലം മാറ്റം കിട്ടുന്നത്. എന്നാൽ അതേ സമയത്ത് ട്രെയിനിൽ ഹീറോയുടെ ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഹീറോ എന്തൊരു വലിയ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു പെർഫെക്റ്റ് കൊലപാതകം അതെങ്ങനെയാണെന്നാണ് ഹീറോ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ
വെച്ചാൽ 2 വർഷം മുന്നേ ചൈനയിൽ ഒരാൾ അയാളുടെ ഭാര്യയെ നിരന്തരമായിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ചുറ്റുമുള്ള ആളുകൾക്ക്, അയൽവാസികൾക്ക് എല്ലാം അറിയാം അയാളുടെ ഭാര്യ എപ്പോഴും ഉപദ്രവിക്കാറുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തെല്ലാം സഹതാപത്തിന്റെ ഒരു കണ്ണോടെയാണ് നാട്ടുകാരെല്ലാവരും അവളെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവിന്റെ ഡയറിയിൽ അവളെ കൊല്ലാനായിട്ട് അങ്ങേര് തീരുമാനിച്ചു വെച്ചതിന്റെ കാര്യങ്ങളെല്ലാം അവൾ കാണുന്നത്. അതിൽ അവളെ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണുന്ന അവൾ ദേഷ്യത്തിൽ അടുത്ത തവണ ഭർത്താവ് അവളെ വഴക്ക് പറയുന്ന നേരം നോക്കിയിട്ട് ഒറ്റയടിക്ക് അങ്ങേരെ കത്തി കൊണ്ട് കുത്തി കൊന്നളഞ്ഞു. എന്നാൽ പോലീസുകാർ വന്ന് തെളിവെടുക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകളെല്ലാം പറഞ്ഞെടുത്തു അവളുടെ ഭർത്താവ് അവളെപ്പോഴും ഉപദ്രവിക്കാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഈ ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പോലീസുകാർ അവളെ വെറുതെ വിടുകയാണ് ചെയ്തത്. പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഭർത്താവ് അവളെ ഡയറിയിൽ കൊല്ലാനായിട്ട് എഴുതി വെച്ചില്ലായിരുന്നു. അതെല്ലാം ഭർത്താവല്ല എഴുതി വെച്ചിരുന്നത്, അവള് തന്നെയായിരുന്നു എഴുതി വെച്ചിരുന്നത്. എന്നാൽ ഈ ഒരു കാര്യം കുറെ കാലമായിട്ട് പോലീസുകാർക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു ദിവസം അവൾക്ക് തന്നെ മനസ്സിന് എന്തോ ഒരു വിഷമം തോന്നിയിട്ട് അവൾ പോലീസിൽ വന്ന് കീഴടങ്ങി. 2 വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ പോലീസിൽ വന്ന് കീഴടങ്ങുന്നത്. എന്നാൽ അവളിപ്പോൾ ഏത് ജയിലാന്ന് വെച്ചാൽ ഹീറോ വാർഡനായിട്ട് നിന്നിരുന്ന ജയിലിലായിരുന്നു, അവിടെയാണ് അവളുള്ളത്. അവൾ 2 വർഷത്തോളം അവിടെ വെച്ച് ഹീറോയോട് സംസാരിക്കാനായിട്ട് തയ്യാറായിട്ടില്ലായിരുന്നു. എന്നാൽ ഹീറോയുടെ അവസാന ദിവസമാണ് ഇന്നെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഹീറോയോട് സംസാരിക്കാനായിട്ട് വന്നിരുന്നു. ഹീറോ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഈ സത്യങ്ങളെല്ലാം പോലീസിലേക്ക് തുറന്നു പറയാൻ വിചാരിച്ചിരുന്നത്? നിനക്കത് രഹസ്യമാക്കി വെക്കുന്നതല്ലായിരുന്നു ഏറ്റവും നല്ലത്, എന്നാൽ ജയിലാവേണ്ടി വരില്ലായിരുന്നല്ലോ. അതിന് അവൾ പറയാ, സത്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നത് തന്നെ ഒരു പീഡനമാണ്, അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ ഹീറോയോട് സംസാരിക്കുന്ന സമയത്തെല്ലാം ഹീറോയുടെ മുഖത്തോട് അടുത്ത് വരുന്നുണ്ട്. ഹീറോയോട് എന്തോ ഒരു സ്നേഹം അവൾക്ക് ഉണ്ട്. എന്നാൽ നമ്മുടെ ആൾ മാറിക്കളിയാണ് ചെയ്യുക. അവൾ പോകാൻ നേരത്ത് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന വയലറ്റ് തുണി ഹീറോയുടെ കഴുത്തിലിട്ട് കൊടുക്കും. എന്നിട്ട് ഞാനൊരു മോശം വ്യക്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ ഈ ജയിലിൽ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ അവരെ പോലും ഒന്നും അല്ല നീ. നല്ല വ്യക്തികൾ മോശം വ്യക്തികളാകുന്ന പോലെ നീയും മാറിപ്പോയി. അങ്ങനെ നമ്മുടെ ഹീറോ പുതിയ നാട്ടിലെത്തി. പുതിയ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഹീറോയെ വെൽക്കം ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത് സെക്കൻഡ് ഹീറോയുടെ അസിസ്റ്റന്റ് ആണ്. അതായത് ലീയുടെ അസിസ്റ്റന്റ് ആയ സണ്ണ് ഹീറോയുടെ പുതിയ ജോലി സ്ഥലം കാണിച്ചു കൊടുക്കും. പോലീസ് സ്റ്റേഷന്റെ നേരെ താഴെ തന്നെ പഴയ ഫയലുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം. ആ ഫയലുകളെല്ലാം അടുക്കി ഒതുക്കി ഓർഡർ ചെയ്ത് വെക്കുന്ന ജോലിയാണ് ഹീറോ കിട്ടിയിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറിയാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ ഉച്ച സമയമാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു പെൺകുട്ടി വന്ന് ഭക്ഷണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. യോൻ, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, നീ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും. ഇത് കേൾക്കുന്ന അവിടെ ഉണ്ടായിരുന്ന വേറെ ജോലിക്കാരൻ പറയും, നീ എന്താ മോളെ വിളിച്ചു കൂവുന്നത്? ആത്മാക്കളൊന്നും വന്ന് കൊല്ലാൻ പോകുന്നില്ല, ആത്മാവെന്ന് പറയുന്ന സാധനം പോലും ഈ ഭൂമിയിലില്ല. അതിന് ദേഷ്യം വരുന്ന അവൾ പെട്ടെന്ന് വന്ന് അവനെ തള്ളി മാറ്റും. പിന്നെ അവർ തമ്മിൽ അടിയാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ് വന്ന് രണ്ടുപേരെ അടിച്ച് 2 സൈഡിലേക്ക് മാറ്റും. ആ ഗാർഡ് അവിടെ ഉണ്ടായിരുന്ന അവസരം മുതലാക്കുന്നുണ്ട്. ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി, അങ്ങനെ വന്ന് പെരുത്തടിയായിരിക്കും അടിക്കുന്നത്. ഈ അടിയെല്ലാം കൊണ്ടാലും അവർക്കൊന്നും പുറത്തു പോകാൻ പറ്റില്ല. കാരണം അവർ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവരിവിടെ ജോലി ചെയ്യുന്ന കരാർ എന്നാണോ തീരുന്നത് അന്ന് മാത്രമേ അവർക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റൂ. അതുവരെ ഇവിടെ തന്നെ ഊണും ഉറക്കവും ഇവിടെ തന്നെ ജോലിയും. പിന്നെ ആ പെൺകുട്ടി എന്തിനാണ് നീ എന്നൊന്നും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലായിരുന്നോ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി ഞാനല്ല ചെയ്തേന്ന് പറഞ്ഞ് തലക്ക് ഷൂട്ട് ചെയ്ത് മരിക്കുന്നത്. അവളുടെ മരണശേഷം മുതൽ ആ ഫാക്ടറിയിലെ ചുമരുകളിലെല്ലാം ഞാൻ എല്ലാവരെയും കൊല്ലുമെന്നുള്ള എഴുത്തുകൾ വരാൻ തുടങ്ങി. അത് അവളുടെ ആത്മാവ് ചെയ്യുന്ന പണിയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അവളുടെ ആത്മാവാണോ വേറെ ഏതെങ്കിലും ആക്രികളാണോ എന്ന് അറിഞ്ഞൂടാ. അതേ സമയത്ത് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ കൈക്കും കെട്ടിക്കൊണ്ട് ഒരുത്തം വരുന്നത് കാണുന്നില്ലേ, അവനെയാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ സെക്കൻഡ് ഹീറോ ലീ ഷൂട്ട് ചെയ്തിരുന്നത്. ശരിക്കും അവനൊരു പോലീസുകാരനായിരുന്നിട്ടും അവൻ ഇതുപോലെ ഓരോരോ പരിപാടികൾ ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷേ എത്ര കേസിൽ അവനെ പിടിച്ചാലും അവൻ്റെ അച്ഛൻ കുറച്ച് കാശുള്ള ആളായതുകൊണ്ട് തന്നെ അവൻ സിമ്പിളായിട്ട് കേസിൽ നിന്നെല്ലാം ഊരി വരും. അതേ സമയത്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് സെക്കൻഡ് ഹീറോ ലീ കയറി വരുന്നത്. അവൻ കയറി വരുമ്പോൾ തന്നെ അവൻ്റെ നെഞ്ചത്തിട്ട് ഒരു ഉന്ത് കൊടുക്കും. ആ ക്രിമിനൽ പോലീസുകാരൻ കേസിൽ നിന്ന് സുഖമായിട്ട് ഊരിപ്പോകുന്നത് ഹീറോക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. സെക്കൻഡ് ഹീറോക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കാ ഇഷ്ടപ്പെടുക? ക്രിമിനൽ പോലീസുകാരൻ പെട്ടെന്ന് തന്നെ ഗണ്ണെടുക്കാൻ കൈ വെക്കുന്ന നേരത്താണ് നമ്മുടെ ലീ ഗണ്ണിലേക്ക് കൈ വെച്ചിരിക്കുന്ന കാണുന്നത്. പിന്നെ അവൻ ഷൂട്ട് ചെയ്യാൻ മുതിരില്ല. കാരണം അതിന് മുന്നേ ലീയുടെ ഗണ്ണ് പൊങ്ങിയിട്ട് അവനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും. ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് അവരുടെ ബോസ് ഇറങ്ങി വരും. ബോസ് പറയും, നിനക്ക് എന്താ വേണ്ട, ഇവനെ കൊല്ലണോ ഇപ്പൊ തന്നെ കൊല്ലെന്ന് പറഞ്ഞ് അങ്ങേരുടെ ഗണ്ണ് അവന്റെ കൈ കൊണ്ടുകൊടുക്കും, ലീയുടെ കൈ കൊണ്ടുകൊടുക്കും. അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവനൊരു ക്രിമിനലാന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുള്ള തെളിവ് ആരുടെ കയ്യിലും ഇല്ല. അവൻ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തെളിവ് ആരുടെ കയ്യിലും ഇല്ല. അതുമാത്രമല്ല സിനിമയുടെ തുടക്കത്തിൽ തന്നെ ബോസിന് ഒരാൾ വേര് കൊണ്ടുകൊടുക്കുന്നത് കണ്ടില്ലായിരുന്നു. എനിക്ക് പ്രൊമോഷൻ തരണമെന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരനാണ് ആ ക്രിമിനൽ. എന്നാൽ ഈ കോലാഹലങ്ങളുടെ ഇടയിലേക്കാണ് നമ്മുടെ ഹീറോ കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ബോസിനെ പരിചയപ്പെടും. ബോസ് ആണെങ്കിൽ ഹീറോയെ എല്ലാവരും പരിചയപ്പെടുത്തുകയും ചെയ്യും. അതേ സമയത്താണ് ബോസിന് ഫാക്ടറിയിൽ നിന്നൊരു കോൾ വരുന്നത്. അവിടെ ആരോ മരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ക്രൈം സ്പോട്ടിലേക്ക് ബോസ് അയക്കുന്നത് ലീയെയും അവന്റെ അസിസ്റ്റന്റിനെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്രൈം സ്പോട്ടിലേക്ക് പോകാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴാണ് ഹീറോ ഓടിച്ചെന്ന് അവരുടെ വണ്ടി കയറിയിരിക്കുന്നത്. അറിയാലോ, നമ്മുടെ ഹീറോ വിചാരിച്ചയാളല്ല, ഇതുപോലെയുള്ള കേസുകളെല്ലാം കണ്ടും കേട്ടും കൊടുത്തും തെളിയുന്ന ആളാണ്. അങ്ങനെ അവർ ക്രൈം സ്പോട്ടിലെത്തി. എന്നാൽ അവിടെ മരിച്ചിരിക്കുന്നത് നേരത്തെ 2 പേരെ അടിച്ചിരുന്നൊരു ഗാർഡില്ലായിരുന്നോ, അങ്ങനെയാണ് മരിച്ചിരിക്കുന്നത്. എന്നാൽ അത് സാധാരണമായിട്ടുള്ള ഒരു മരണമല്ല. അങ്ങനെയുടെ തലയിലൂടെ ബുള്ളറ്റ് കയറി ഇറങ്ങിയാണ് മരിച്ചിരിക്കുന്നത്. എന്നാൽ തലയിലൂടെ കയറി ഇറങ്ങിയ ബുള്ളറ്റ് തൊട്ട്
തൊട്ടു പിന്നിലുള്ള ചുമരിൽ വന്ന് തറച്ചിട്ടുണ്ട്. എന്നാൽ ആ ചുമരിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ആ ബുള്ളറ്റ് കാണുന്നില്ല. ചിലപ്പോഴാ കൊലയാളി കൊല കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയതാവാം, പറയാൻ പറ്റില്ല. എന്നാൽ ആ ബുള്ളറ്റ് അവിടെ ഇല്ലാന്ന് അറിയുമ്പോൾ തന്നെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ജോലിക്കാരൻ ശവം സത്യമാണ്, ശവം സത്യമാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടും. എന്നാൽ ലീ അത് വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. ആ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്ന് അറിയാനായിട്ടാണ് അവൻ നോക്കുന്നത്. എന്നാൽ അതിന്റെ ഇടയിലേക്കാണ് ഹീറോ തലയും കയറ്റി വരുന്നത്. അതാണെങ്കിൽ ലീക്ക് അത്രക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ ഏരിയയിൽ ഇതുപോലെ കൊലപാതകങ്ങളെല്ലാം തെളിയിക്കുന്നത് ലീ ആണ്. അതിന്റെ ഇടയിലേക്ക് പെട്ടെന്ന് ഒരുത്തം കയറി വന്ന് അവൻ ഇഷ്ടപ്പെട്ടില്ലല്ലോ. പക്ഷെ അവൻ അറിയില്ല വന്നിരിക്കുന്ന വലിയൊരു ഭ്രാന്തനാന്നുള്ള കാര്യം. അങ്ങനെ അവര് രണ്ടുപേരും തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഫാക്ടറിയുടെ മുതലാളി അങ്ങോട്ട് വരുന്നത്. നിങ്ങളിത് ശാപമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനായിട്ട് നിൽക്കണ്ട, ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടാൽ മനസ്സിലാകും, നിങ്ങളത് തെളിയിച്ചേ പറ്റൂ. എന്നാൽ പെട്ടെന്ന് തന്നെ അതിന്റെ ഇടയിലേക്ക് കയറി വരുന്ന ഹീറോ പറയും, ഈ മരിച്ചിരിക്കുന്നയാളും കൊലയാളിയും തമ്മിൽ അറിയുന്ന ആളുകളാണ്, അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കൊലപാതകം സംഭവിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഹീറോ ഹോന്നും ശബ്ദം ഉണ്ടാക്കി അങ്ങനെ ഇടിക്കുന്ന പോലെ കാണിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ കയ്യിലെ മുഷ്ടി ചുരുട്ടും. ഹീറോ പറയും, ഒരാൾ ഒരു അടി പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ അവരുടെ കൈ ഇതുപോലെ ചുരുട്ടി വെക്കും. പക്ഷേ ഈ മരണപ്പെട്ടയാളുടെ കൈ ചുരുട്ടി വെച്ചിട്ടില്ല. കാരണം കൊലയാളിയോട് അയാൾ ഒരു ആക്രമണവും പ്രതീക്ഷിക്കാതെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹീറോ ഇതെല്ലാം പറയുന്ന നേരത്ത് ലീ അത്ഭുതത്തോടെയാണ് ഹീറോയെ നോക്കി നിൽക്കുന്നത്. ഇത് എന്നെക്കാളും വലിയ പുള്ളിയോ എന്നാണ് അവൻ വിചാരിക്കുന്നത്. ഹീറോ പറയും, ചിലപ്പോഴാ കൊലയാളി ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാവാം, അത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് അങ്ങയുടെ ബോഡി ഗാർഡ് പെട്ടെന്ന് തന്നെ ഗണ്ണ് ഹീറോയുടെ തലക്ക് വെക്കും. എന്നാൽ അതിനു മുന്നേ ബോഡി ഗാർഡിന്റെ തലക്ക് നമ്മുടെ ലീ ഗണ്ണ് വെച്ച് കഴിഞ്ഞു. ആ ബോഡി ഗാർഡും ലീയെ പോലെ തന്നെയാണ്. അങ്ങനെ പെട്ടെന്നായിരിക്കും ഷൂട്ട് ചെയ്യുക. പക്ഷെ അവരിൽ ആർക്കാണ് സ്പീഡ് കൂടുതൽ, വേഗത കൂടുതലെന്ന് ആ നാട്ടുകാർക്ക് എല്ലാവർക്കും സംശയമാണ്. എന്തായാലും മുതലാളി പറയും, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊലക്കേസ് തെളിയിക്കാനാണ്, അല്ലാതെ പരസ്പരം ഗണ്ണ് വെച്ച് നിൽക്കാനല്ല. എന്നിട്ട് ബോഡി ഗാർഡിനെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകും. അതേ സമയത്ത് തന്നെ ഹീറോയും ലീയും കൂടെ പരിചയപ്പെടുന്നുണ്ട്. എന്തായാലും ലീക്ക് ഒത്ത ഒരു പോലീസുകാരനെയാണ്, ഒത്ത ഒരു കൂട്ടുകാരനെ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്ത് കാണാനും പറ്റും. അങ്ങനെ അവിടെ നിന്ന് അവർ 3 പേരും കൂടെ ചെല്ലുന്നത് നാട്ടിലൊരു സയന്റിസ്റ്റ് പെണ്ണിൻ്റെ അടുത്തേക്കാണ്. കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം തെളിയിക്കാനാണ് ഇപ്പോൾ അവിടേക്ക് ചെന്നിട്ടുള്ളത്. ഹീറോക്ക് ക്രൈം സ്പോട്ടിൽ വെച്ചൊരു മുടിയുടെ നാര് കിട്ടിയിരുന്നു. ചിലപ്പോൾ അത് കൊലയാളിയുടേതായിരിക്കാം, പറയാൻ പറ്റില്ല. എന്തായാലും ആ മുടിയും ഹീറോയുടെ മുടിയും കൂടി എടുത്തിട്ട് ലെൻസിന് മുന്നിൽ വെച്ച് നോക്കും. എന്നാൽ ഹീറോയുടെ മുടി പോലെ ഷാർപ്പായിട്ടല്ല ക്രൈം സ്പോട്ടിൽ വെച്ച് കിട്ടിയ മുടി ഇരിക്കുന്നത്. കാരണം ആ മുടി ഇത് അടുത്ത് വെട്ടിയിട്ടുണ്ട്. സയന്റിസ്റ്റ് ചേച്ചി പെട്ടെന്ന് തന്നെ ആ മുടി എടുത്തിട്ട് ഒരു കുപ്പിയിലിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു പഞ്ഞും കത്തിച്ച് അത് മൂടി വെക്കും. അത് കത്തി കഴിയുമ്പോൾ അവൾ പറയും, ഈ മുടിയിൽ ഇഷ്ടം പോലെ കാർബൺ അടങ്ങിയിട്ടുണ്ട്, അതായത് ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആരോ ഒരാളുടെ മുടി തന്നെയാണിത്. നമ്മുടെ ആൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഫാക്ടറിയിലെ മുതലാളിയും മുടി വെട്ടിയിട്ടുണ്ട്, അങ്ങേരുടെ ബോഡി ഗാർഡും മുടി വെട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അവരായിരിക്കുമോ കൊലയാളി, അതും പറയാൻ പറ്റില്ല. ഫാക്ടറിയിൽ വേറെയും കുറെ ആളുകൾ ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം കൊലയാളി. അന്നേരമാണ് അങ്ങോട്ട് സണ്ണ് ഓടി വരുന്നത്. അവൻ പറയും, ഞാൻ ആ ഫാക്ടറിയിലുള്ളവരോട് ചോദിച്ചപ്പോൾ അവരൊരു ശാപത്തെക്കുറിച്ച് പറഞ്ഞു, എന്നാൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ ശാപത്തിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനും പറഞ്ഞ് പേടിച്ചോടുന്നത് നമ്മുടെ ടീംസും കണ്ടിരുന്നു. എന്നാൽ അവർക്കും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ സണ്ണ് പറയും, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനോട് ചോദിച്ചപ്പോൾ അവൻ ഇന്ന് രാവിലെ തന്നെ അവിടെ ഒരു വഴക്കുണ്ടാക്കി എന്നാണ് പറഞ്ഞിരുന്നത്. ഹീറോ ഈ പറഞ്ഞവന്റെ ജോലി എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, അവൻ ഈ വർക്ക് ചെയ്യാത്ത ബുള്ളറ്റുകളെല്ലാം മാറ്റി വെക്കുന്നവരാണ്, ആ ബുള്ളറ്റുകൾക്ക് ഡെഡ് ബുള്ളറ്റ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുറിയിൽ തന്നെ ആ മരിച്ചുപോയ ആളുടെ ബോഡിയുണ്ട്. നമ്മുടെ സയന്റിസ്റ്റ് ആ ബോഡിയിലും പല പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കിയതാണ്, കൂടുതലൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്നേരമാണ് ഹീറോയുടെ തലക്ക് കർട്ടന് പിന്നീട് ആരോ വന്ന് പെട്ടെന്നൊരു മുട്ടുമുട്ടുന്നത്. ആരോ കൊല്ലാൻ വന്നാന്ന് വിചാരിക്കുമ്പോഴാണ് സയന്റിസ്റ്റ് ഓടിച്ചെന്ന് കർട്ടൻ നീക്കി കാണിച്ചു കൊടുക്കുക. നോക്കുമ്പോൾ ഒരു ഒട്ടക പക്ഷി, അതിന്റെ അസുഖം മാറ്റാനായിട്ട് ദൂരെ നിന്ന് ആരോ അതിനെ കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ അസുഖം മാറിയപ്പോൾ ഇതുവരെ ആരും അതിനെ തിരിച്ചു കൊണ്ടുപോയില്ല. അവിടെ നിന്ന് അവരെല്ലാവരും കൂടെ നേരെ ചെല്ലുന്നത് ഫാക്ടറിയിലുള്ള ബോഡി ഗാർഡിന്റെ റൂമിലേക്കാണ്. അവിടെയുള്ള എല്ലാം ഹീറോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആ റൂമിൽ തന്നെ ഡെഡ് ബുള്ളറ്റുകളും എല്ലുകളും ഒക്കെ ആയിട്ട് പല സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഹീറോ അവന്റെ തുണി വരെ മടക്കിയാണ് നോക്കുക. പെട്ടെന്നാണ് ബോഡി ഗാർഡ് അങ്ങോട്ട് കയറി വരുന്നത്. നമ്മുടെ ആളുകൾ പെട്ടെന്ന് പേടിച്ചു പോയെങ്കിലും അവനോട് ക്ഷമ ചോദിക്കുമ്പോൾ അവനത് വലിയ കാര്യമാക്കില്ല. അങ്ങനെ അവനോട് സംസാരിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ആളുകളെല്ലാവരും കൂടെ ഭൂതം ഭാവി എല്ലാം നോക്കുന്ന ഒരു പെണ്ണിന് മുന്നിലാണ് വന്നിരിക്കുന്നത്. അവളുടെ ലവ് ബേർഡ്സ് പുറത്തിറങ്ങിയിട്ട് ഏതോ ഒരു കാർഡ്സ് കൊത്തി പുറത്തിടും. അവളത് വായിച്ചു നോക്കുമ്പോൾ അവളുടെ മുഖമെല്ലാം ആകെ കറക്കുന്നുണ്ട്. ഹീറോയോട് ചോദിക്കും, ഈ നവംബറിനും മാർച്ചിനും ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ, സാമ്പത്തിക നഷ്ടം, അതുമല്ലെങ്കിൽ മരണം? ഹീറോ പറയും, എൻ്റെ അച്ഛൻ മരിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ അവളൊരു കാർഡ് എടുത്ത് അതിൽ എന്തെല്ലാമോ മന്ത്രങ്ങളെല്ലാം ജപിച്ചിട്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ മാറിയിട്ടില്ല, ഇനി കുറച്ചു കാലത്തോണ്ട് മാറാനും പോകുന്നില്ല, എന്തായാലും മാറുന്നത് വരെ ഈ കാർഡ് നിങ്ങളെ കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞ് ഹീറോയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഹീറോ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ നെറ്റി ചുളിക്കുന്നതിന് പകരം ചിരിച്ചിരുന്നെങ്കിലോ, നിങ്ങൾ എന്താ പറയുക? അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും അവളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അവളെക്കാളും പെരിയൊരാളാണെന്ന്. അവൾ ഇതുപോലെയുള്ള ഓരോ പരിപാടികൾ ചെയ്താണ് ആ നാട്ടിൽ ജീവിക്കുന്നത്. ആളുകളുടെ എക്സ്പ്രഷൻ നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതും ഒരു കഴിവല്ലേ എന്ന് ഹീറോയോട് അവൾ ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഡിക്റ്റേറ്റീവ് ആവാൻ പറ്റും, വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. അങ്ങനെ അവരുടെ സംസാരം കഴിയുമ്പോൾ ലീ ചോദിക്കും, നിനക്ക് ഈ ഫാക്ടറിയിലെ ശാപത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അങ്ങനെ അവളാണ് അതെന്താ സംഭവം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക.
എടുക്കുക. ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പല കാര്യങ്ങൾക്കും അവിടെ സമരങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഈ സമരങ്ങളെല്ലാം കൂടി വരുന്ന സമയത്ത് അവിടുത്തെ മുതലാളി അവരുടെ ശ്രദ്ധ എല്ലാം തെറ്റിക്കാനായിട്ട് ഒരു ചെറിയ പരിപാടി ഒപ്പിക്കും. അങ്ങനെ ഈ അടുത്തൊരു സമരം നടന്നപ്പോൾ അങ്ങേര് ഒപ്പിച്ചു വെച്ചൊരു പരിപാടിയാണ് സ്വർഗത്തിന്റെ വിധി. അങ്ങനെ ആദ്യം തന്നെ വന്നിട്ട് അതിലൊരു പെണ്ണ്, സമരം ചെയ്യുന്ന ഒരു പെണ്ണ് അവിടെ നിന്നും ബുള്ളറ്റുകൾ കട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് വെറുതെ പറഞ്ഞു. എന്നാൽ അവൾ സ്വാഭാവികമായിട്ടും ഞാൻ കൊണ്ടുപോയിട്ടില്ല, ഞാൻ കട്ടിട്ടില്ല എന്ന് പറയും. ഇപ്പൊ രണ്ടുപേർക്കും ഇടയിൽ ചെറിയൊരു വാദം വന്നു. ഒരാൾ പറയുന്നു മോഷ്ടിച്ചു, മറ്റൊരാൾ പറയുന്നു ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്നാൽ അത് തെളിയിക്കാനായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് സ്വർഗത്തിന്റെ വിധി എന്നൊരു പരിപാടിയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ റിവോൾവർ ഗണ്ണിലെ 6 ബുള്ളറ്റുകളും പുറത്ത് ഒഴിവാക്കിയിട്ട് അതിലൊരൊറ്റ ബുള്ളറ്റ് മാത്രം വെച്ച് കറക്കിയിട്ട് അത് ലോഡ് ചെയ്യും. ഇപ്പോഴാ ഗണ്ണ് പൊട്ടുമെന്ന് മാത്രം പറയാൻ പറ്റില്ല, ആ ബുള്ളറ്റ് തിരിഞ്ഞ് ട്രിഗറിന് അടുത്ത് വരുമ്പോൾ മാത്രമേ പൊട്ടുള്ളൂ. എന്തായാലും അങ്ങേരത് തലയിൽ വെച്ച് ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ എൻ്റെ തല പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യും. എന്നാൽ ആ ബുള്ളറ്റ് ട്രിഗറിന് അടുത്തല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പൊട്ടിയില്ല. ഇനി അവളും അതുപോലെ തന്നെ ചെയ്ത് നോക്കേണ്ടതാണ്. അങ്ങനെ ആ ബുള്ളറ്റ് അതിൽ നിന്ന് പുറത്തെടുത്ത് അതുപോലെ തന്നെ തിരിച്ചു വെച്ച് കറക്കിയിട്ട് കാണാതെ അത് ലോഡ് ചെയ്യും. എന്നിട്ട് തൊട്ടടുത്തുള്ള ഗാർഡിന്റെ കയ്യിലാണ് അത് അവളുടെ കയ്യിൽ എത്തിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്. ഈ ഗാർഡ് ഏതാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, മരിച്ചുപോയൊരു ഗാർഡ്, അങ്ങേരാണിത്. എന്തായാലും അയാളത് കൊണ്ടു ചെല്ലാൻ നേരത്ത് അവളുടെ മുഖം കാണുമ്പോൾ അയാൾക്ക് എന്തോ ഒരു വിഷമാവുന്നുണ്ട്. എന്തായാലും അവളുടെ കയ്യിൽ ആ ഗണ്ണ് കൊണ്ടുപോയി കൊടുക്കും. അവൾ ആ ഗണ്ണ് തലയിൽ വെച്ച് ഞാനൊന്നും ചെയ്തില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുക. എന്നാൽ അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അവളുടെ തലയിൽ കയറി ഇറങ്ങി അവൾ മരിക്കും. എന്നാൽ ഈ മരണം കഴിഞ്ഞത് മുതൽ ആ ഫാക്ടറിയുടെ ചുമരുകളിലെല്ലാം അദൃശ്യ ബുള്ളറ്റ് നിങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്നുള്ള എഴുത്തുകൾ വരാൻ തുടങ്ങി. ഈ എഴുത്തുകൾ എത്ര മായ്ച്ചു കളഞ്ഞാലും പിന്നെയും തിരിച്ചു വരും. ഈ അദൃശ്യ ബുള്ളറ്റുകളെ നാട്ടുകാർ വിളിക്കുന്നത് ഫാൻറ്റം ബുള്ളറ്റ് എന്നാണ്. അതെന്താണ് ആ ബുള്ളറ്റുകളെ ഫാൻറ്റം ബുള്ളറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ബോക്സിലൊന്ന് പറയാം. എന്നാൽ ഈ കഥയെല്ലാം കേൾക്കുന്ന ഹീറോ പറയും അന്ന് അവിടെ നടന്നിരുന്നത് ആകാശത്തിന്റെയോ സ്വർഗത്തിന്റെയോ ഒന്നും വിധിയല്ല, അതൊരു കൊലപാതകമാണ് നടന്നിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ടീം ഫാക്ടറിയിലെത്തും. അവിടെയുള്ള ജോലിക്കാരെ എല്ലാം പുറത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് അന്ന് സ്വർഗത്തിന്റെ വിധി നടക്കുന്ന സമയം നിങ്ങൾ എല്ലാവരും എവിടെയായിരുന്നു നിന്നിരുന്നതെന്ന് ചോദിക്കും. എന്നാൽ അന്ന് നിന്നിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയില്ല, വലിയ ഓർമ്മയില്ല. എന്നാലും അറിയുന്നത് പോലെയൊക്കെ അവരെല്ലാവരും നിൽക്കും. എന്തായാലും അന്നത്തെ കാര്യം ഹീറോ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണോന്ന് അറിയില്ല. എന്തായാലും അതുപോലെ തന്നെ എല്ലാവരെയും നിർത്തും. അന്നേരമാണ് ഫാക്ടറിയുടെ മുതലാളി അങ്ങോട്ട് ഇറങ്ങി വരിക. അങ്ങേര് പറയും ജോലി സമയത്താണോ ഇമാതിരി ഓരോ പരിപാടികൾ ചെയ്യുന്നത്, ഞങ്ങളുടെ കമ്പനിക്ക് ലാഭം വേണ്ടേ, നിങ്ങൾ വെറുതെ ഇതുമാതിരി ഓരോ പരിപാടികൾ ചെയ്ത് സമയം പോക്കാൻ നിൽക്കണ്ട, നിങ്ങൾ കൊലയാളി ആരാണെന്ന് അല്ലാതെ കണ്ടുപിടിച്ചാൽ മതി, ഇമാതിരി പരിപാടിയൊന്നും വേണ്ട. അന്നേരം ഹീറോ പറയും ഇവിടെ അവസാനം മരിച്ചിരുന്ന ആളുടെ മരണവും അന്ന് ഇവിടെ തലയിൽ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് മരിച്ചിരുന്ന പെൺകുട്ടിയുടെ മരണവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. മുതലാളി പറയും അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാനാണ് കൊലയാളി എന്നാണോ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കാണിച്ചോ, നിനക്ക് ഇപ്പോൾ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യാം. ഹീറോ പറയും നിങ്ങളാണ് കൊലയാളി. അയാൾ പറയും ഞാനല്ല കൊലയാളി. അപ്പോഴാണ് ഹീറോ വലിയൊരു ബോംബ് പൊട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് സ്വർഗത്തിന്റെ വിധി ചെയ്താലോ. അന്നേരം മുതലാളി പറയും ഈ പരിപാടി ഇങ്ങനെ തോന്നുന്നായിരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സമയത്ത് കാലാവസ്ഥ അത്രക്കങ്ങ് ശരിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കൂപ്പുകൈ വെച്ച് 2 റൗണ്ട് അടിക്കും. എന്നിട്ടെന്തോ മന്ത്രങ്ങളെല്ലാം ജീവിക്കുന്ന പോലെ കാണിച്ചിട്ട് നാളെ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും നിങ്ങളുടെ അനുയോജ്യമായിട്ടുള്ള ദിവസം എനിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല, ഇന്നേ 7ാമത്തെ ദിവസം ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അങ്ങേർക്ക് ഓക്കെയാണ്. ഹീറോ പറയും എന്നാൽ അതിനു മുന്നേ ഞാൻ ആ കൊലയാളിയും പിടിക്കാൻ പോവുകയാണ്. എന്തായാലും വാഗ്വാദങ്ങളെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോഴേക്ക് സമയം സന്ധ്യയാകും. ഫാക്ടറിയിൽ ഏതോ ഒരു ഇടവഴി കൂടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹീറോ ഇപ്പം അങ്ങേരോട് വലിയൊരു ബെറ്റാണ് വെച്ചിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് ഈ കൊലയാളിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഹീറോയും സ്വർഗത്തിന്റെ വിധവനാവേണ്ടി വരും. അങ്ങനെ അവരതും സംസാരിച്ച് വരുമ്പോഴാണ് പെട്ടെന്നൊരു ഗൺഷോട്ട് അവരുടെ തൊട്ടു മുന്നിലുള്ള റൂമിൽ നിന്നാണ് അത് കേൾക്കുന്നത്. അവരങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോൾ കസാരയിലിരുന്ന് നെഞ്ചത്ത് ബുള്ളറ്റ് കയറി ഒരുത്തം മരിച്ചു കിടക്കുകയാണ്. ആരാണ് ചെയ്തതെന്ന് അറിയില്ല. ഈ റൂമിലേക്കാണെങ്കിൽ ഒരൊറ്റ വഴി മാത്രമാണുള്ളത്. ഈ മരിച്ചയാളുടെ കൈ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ വെടിമരുന്നിന്റെ സ്മെല്ലൊന്നുമില്ല. അതുകൊണ്ട് മനസ്സിലായി അങ്ങേരല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ താഴെ വീണ് കിടക്കുന്ന ഗണ്ണെടുത്ത് നോക്കുമ്പോൾ അതിൽ 2 ബുള്ളറ്റ് ബാക്കിയുണ്ട്. എന്നാൽ ആദ്യം മരിച്ചയാളുടെ അടുത്ത് നിന്ന് കിട്ടിയ ഗണ്ണിൽ ഒരൊറ്റ ബുള്ളറ്റ് മാത്രമായിരുന്നു ബാക്കി. ഈ റൂമിലേക്ക് കയറാനായിട്ട് ഒരൊറ്റ വഴി മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ വെന്റിലേഷൻ, അതിൽ കൂടെ ഒരാൾക്ക് നിങ്ങി ഞെരുങ്ങിയൊന്നും പോകാൻ പറ്റില്ല. അന്നേരമാണ് സണ്ണ് പറഞ്ഞു കൊടുക്കുക ഈ മരിച്ച ആളാരെന്ന് വെച്ചാൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യാത്ത ബുള്ളറ്റുകളെല്ലാം മാറ്റിവെക്കുന്ന ഒരാളില്ലായിരുന്നു, ഡെഡ് ബുള്ളറ്റുകളെല്ലാം മാറ്റിവെക്കുന്ന ആൾ, അയാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. എന്നാൽ ഹീറോ പെട്ടെന്ന് തന്നെ സമയം പോക്കാതെ സണ്ണിന്റെ കോട്ട് ഉരിയിട്ട് അവിടെ നിലത്തിട്ട് കത്തിച്ച് കളയും. എന്നിട്ട് അത് പുകയാക്കി മാറ്റുമ്പോൾ തീ കെടുത്തി കളയുമ്പോൾ അതിന്റെ പുകയെല്ലാം അവിടെ പാറി കളിക്കും. അവിടെ ഉണ്ടായിരുന്ന ചെറിയ വെന്റിലേഷൻ വഴി മാത്രമാണ് പുക പോകുന്നത്. അതുകൊണ്ട് ഹീറോക്ക് മനസ്സിലായി ഇവിടെ വേറെ രഹസ്യമുറികളൊന്നുമില്ല. എന്തായാലും രഹസ്യമുറികളെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഈ പുക അങ്ങോട്ട് കൂടെ പോയേനെ. എന്തായാലും അതില്ലാന്ന് ഉറപ്പായി. മരിച്ചയാളുടെ ബോഡി എടുത്ത് അവർ പെട്ടെന്ന് തന്നെ സയന്റിസ്റ്റിന്റെ റൂമിലെത്തിക്കും. അവന്റെ ബോഡിയിൽ നിന്നും ആ ബുള്ളറ്റ് എടുക്കാനായിട്ട് ബോഡി തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുക അങ്ങനെ ഒരു ബുള്ളറ്റ് അവന്റെ ബോഡിയിലില്ല. എന്തുകൊണ്ടായിരിക്കാം ആ ബുള്ളറ്റ് അവന്റെ ബോഡിയിൽ ഇല്ലാത്തതെന്ന് അവർക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്നാൽ ആ ഫാക്ടറിയുടെ ചുമരിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ശാപത്തിനെ പറ്റി. അദൃശ്യ ബുള്ളറ്റുകൾ നിങ്ങൾ എല്ലാവരെയും കൊല്ലുമെന്നാണ് അവിടെയെല്ലാം എഴുതി വെച്ചിരുന്നത്. എന്നാൽ എങ്ങനെയായിരിക്കാം ഈ അദൃശ്യ ബുള്ളറ്റ് എല്ലാവരെയും കൊല്ലുന്നത്? വീണ്ടും അവനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ കയറിന്റെ പാട് കാണും. അന്നേരം ഹീറോക്ക് മനസ്സിലാകും അവനെ കസാരയിൽ ബലമായി കെട്ടിയിട്ടാണ് കൊന്നിരിക്കുന്നത്. എന്തായാലും ഹീറോയും സണ്ണും കൂടെ അയാൾ മരിച്ചിരുന്ന റൂമിലേക്ക് ഒന്നുകൂടെ ചെന്നിട്ട് ഹീറോ കൈയും കാലും എല്ലാം കെട്ടിയിട്ട് അവിടെ ഇരിക്കും. സണ്ണിനോട് എന്തോ സംസാരിക്കാനായിട്ട് ഹീറോ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സണ്ണിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല.
കൊടുക്കുന്നുമില്ല, അവനാണെ വായയിലെ തുണി മാറ്റി കൊടുക്കുന്നുമില്ല. ഹീറോ കങ്കാരുവിനെ പോലെ ചാടിയിട്ട് ആ വെന്റിലേഷൻ കാണിച്ചു കൊടുക്കും. അതിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആരോ ഈ റൂം ലക്ഷ്യമാക്കി വരുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ചുമരിന്റെ അടുത്തായിട്ട് പോയി ഒളിച്ചു നിൽക്കും. എന്നാൽ ആ റൂമിലേക്ക് കയറി വരുന്നയാൾ അവിടെയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു തൊപ്പിക്കാരൻ. അങ്ങനെ ചന്ദനത്തിരിയും കത്തിച്ചുകൊണ്ട് മരിച്ചയാളുടെ പേരിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നാണ് അവർ ഹീറോയും ടീമിനെ കാണുക. അയാൾ പേടിച്ചു പോവെങ്കിലും പിന്നെ അവർ തമ്മിൽ അവിടെ നിന്ന് സംസാരിക്കും. അയാളുടെ ജോലി എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ്. വിദേശത്തുനിന്ന് വരുന്ന ഗണ്ണുകളുടെ കോപ്പികളെല്ലാം അതുപോലെ തന്നെ ഇവിടെ അച്ചടിച്ചേർക്കും. അതാണ് അവരുടെ പരിപാടി. അവിടുന്ന് സണ്ണിന് ഒരു ടൂള് കിട്ടും. റിവോൾവർ ഗണ്ണിലേക്ക് 6 ബുള്ളറ്റുകൾ ഒരേ സമയത്ത് നിറയ്ക്കാൻ പറ്റിയ ചെറിയൊരു ടൂള്. അത് കാണുമ്പോൾ തന്നെ അവനൊരു അത്ഭുതമാവുന്നുണ്ട്. അങ്ങനെ സംസാരം എല്ലാം കഴിഞ്ഞ് അവർ നേരെ ചെല്ലുന്ന ഹീറോയുടെ വീട്ടിലേക്കാണ്. അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോൾ തന്നെ മേലെയുള്ള മുറിയിൽ നിന്ന് ടപ്പേന്നൊരൊച്ച കേൾക്കുന്നുണ്ട്, ഗണ്ണ് പൊട്ടുന്ന ശബ്ദം. അവരകത്തേക്ക് കയറുമ്പോൾ തന്നെ പറയും, മേലെ എന്തോ ഒരു അടിപിടി നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ലീ പറയും, മേലെയല്ല, അത് ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ശബ്ദം എക്കോയാണ് നിങ്ങൾ മേലെ കേൾക്കുന്നത്. എന്നാൽ ലീ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ഈ അദൃശ്യ ബുള്ളറ്റ് എങ്ങനെയായിരിക്കാം പ്രവർത്തിക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയാണ്. അവൻ ആദ്യം തന്നെ ഐസ് കൊണ്ടൊരു ബുള്ളറ്റ് ഉണ്ടാക്കിയെടുക്കും. അത് ഗണ്ണിൽ വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കുമ്പോൾ അതാണെങ്കിൽ പൊട്ടി പുറത്തു പോയിട്ടില്ല. കാരണം ഗണ്ണിനകത്ത് വെടിമരുന്ന് കത്തുന്ന സമയത്ത് തന്നെ ആ ബുള്ളറ്റ് അലിഞ്ഞു പോയി, അതല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു പോയി. അതുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല. ഹീറോ പറയും, എന്നാൽ ആ ബുള്ളറ്റ് വില്ലിലൊന്ന് വെച്ച് ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ അവരൊരു വില്ല് കൊണ്ടുവരും. അതിൻ്റെ പേര് ബോ എന്നെങ്ങാനും ആണ്. ഗെയിം കളിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും, എനിക്കതിൻ്റെ പേരറിഞ്ഞൂടാ. അങ്ങനെ അവർ ആ വില്ലിൽ ഐസ് ബുള്ളറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് മുന്നിൽ വെച്ചിരുന്ന പന്നിയിൽ ഷൂട്ട് ചെയ്ത് കയറുന്നുണ്ട്. ഹീറോ പറയും, കൊലയാളി എങ്ങനെയാണ് അവസാനത്തെ ആളെ കൊന്നതെന്ന് വെച്ചാൽ അങ്ങനെ ആദ്യം തന്നെ അയാളെ അവിടേക്ക് കൊണ്ടുവന്ന് കസേരയിൽ കെട്ടിയിട്ട് വെച്ചു. ആ ജനൽ വഴി നമ്മൾ വരാനായിട്ട് അവൻ കാത്തു നിന്നു. നമ്മൾ എത്തുന്നതിന് മുന്നേ അവൻ ഐസ് ബുള്ളറ്റ് വെച്ച് അവനെ ഷൂട്ട് ചെയ്ത് കൊന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ആ റൂമിനകത്ത് വെച്ച് ഗണ്ണ് പൊട്ടുന്ന ശബ്ദം എങ്ങനെയാണ് കേട്ടതെന്ന് അതുമാത്രം ഹീറോക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ചുകൂടെ സമയമെടുക്കും. തിരിച്ച് ഹീറോ റൂമിലെത്തുമ്പോൾ 7 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ വിധിക്കപ്പെടാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഒരു ബുള്ളറ്റ് വെസ്റ്റ് വാങ്ങി ദേഹത്ത് ധരിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാലത്തൊക്കെ ബുള്ളറ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഹീറോക്ക് വലിയ ഉറപ്പില്ല അത് വെച്ചാലും മരിക്കുകയില്ല എന്നുള്ള കാര്യം. അന്നേരമാണ് അങ്ങോട്ട് സണ്ണൊരു കത്തുമായിട്ട് വരുന്നത്. ഈ കത്ത് ആരായച്ചാന്ന് വെച്ചാൽ ഹീറോയുടെ ജയിലിലുണ്ടായിരുന്ന ഒരു പെണ്ണില്ലായിരുന്നോ, ഹീറോയുടെ കഥയിലെ ആ കൊലയാളി പെണ്ണ്, അവളാണ് എഴുതിയിട്ടുള്ളത്. അതിലെന്താ എഴുതിയെന്ന് വെച്ചാൽ അവൾ കെട്ടിയവനെ കൊന്നില്ലായിരുന്നു, അതെന്തുകൊണ്ട് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് കൊലപാതകമായത് എന്നാണ്. എന്താന്ന് വെച്ചാൽ അവളുടെ വീട്ടുകാർ നിർബന്ധിച്ചിട്ടെങ്ങാനും ആയിരുന്നു അവൾ അയാളെ കല്യാണം കഴിച്ചിരുന്നത്. എന്നാൽ അവൾക്ക് തീരെ അയാളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അയാൾ ലൈംഗിക ബന്ധം ആഗ്രഹിച്ച് അവളുടെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം അവൾ അത് തട്ടിക്കളയും, താല്പര്യമില്ലാത്തതുപോലെ കാണിക്കും. എന്നാൽ ദിവസങ്ങളും മാസങ്ങളും പോയിക്കൊണ്ടിരിക്കെ അയാൾക്ക് അവളോട് എന്തോ ഒരു ദേഷ്യം വരാൻ തുടങ്ങി. മാത്രമല്ല അവൾ മറ്റു പുരുഷന്മാരോട് ബന്ധമുണ്ടെന്ന് കാണിക്കാനായിട്ട് മറ്റു പുരുഷന്മാരുടെ ലൈറ്ററും സിഗർലൈറ്റും എല്ലാം അവളുടെ ബാഗിൽ തന്നെ വെച്ചിരിക്കും. ഇതെല്ലാം കെട്ടിയവനെ പറ്റിക്കാനായിട്ടാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന കെട്ടിയവനും ഇതെല്ലാം വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ അയാൾ അവൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ ഉപദ്രവത്തിന്റെ ശബ്ദം ചുറ്റുപാടുള്ള ആളുകൾ എല്ലാവരും കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൾ പുറത്തിറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും ഒരു ദയയുടെ കണ്ണുകൊണ്ടാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് കെട്ടിയവൻ എഴുതി വെച്ചിരിക്കുന്ന പോലെ, അവളെ കൊല്ലാൻ എഴുതി വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു ഡയറി അവൾ എഴുതി വെക്കുന്നത്. അതിനുശേഷമാണ് കെട്ടിയവനെ കൊല്ലുന്നത്. അങ്ങനെ ഒരു വർഷം കൊണ്ടാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അവളെ സംശയം തോന്നിയില്ല. അന്ന് രാത്രി ഫാക്ടറിയിൽ മെഷീനുകളെല്ലാം തനിയെ വർക്ക് ചെയ്യുന്ന ശബ്ദങ്ങൾ കേട്ടിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പേടിച്ച് വന്ന് നോക്കും. അന്നേരം അവിടെയുള്ള തറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫാൻറ്റം ബുള്ളറ്റ് നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ പോവാണെന്ന്. അത് കാണുന്നവർ പേടിച്ച് അപ്പം തന്നെ അവിടുന്ന് പുറത്തിറങ്ങി പോകാനായിട്ട് നോക്കും. എന്നാൽ അതിന് ബോഡി ഗാർഡ്സ് സമ്മതിക്കില്ല. പിറ്റേന്ന് രാവിലെയും അവർ കുറേ പേര് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ എല്ലാവരും പറയുന്നത്, നിങ്ങളുടെ കരാർ കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കരാറിൽ ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ തിരിച്ചു പോകാൻ പറ്റുമെന്നാണ്. എന്നാൽ എല്ലാവർക്കും അവരുടെ ജീവനാണല്ലോ പ്രധാനം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഇവിടെ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ സമരം ചെയ്യും. അത് കാണുന്ന മുതലാളി വലിയൊരു ഗണ്ണുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അതേ സമയത്താണ് ഈ പോലീസുകാരൻ ബോസ് അങ്ങോട്ട് വരുന്നത്. ഈ ബോസും മുതലാളിയും തമ്മിൽ ചെറിയ ചെറിയ ഡീലുകളെല്ലാം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ബോസ് അങ്ങനെയും കൂട്ടിയിട്ട് ആ ഫാക്ടറിയുടെ അകത്തേക്ക് ചെല്ലും. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ശബ്ദം ഉണ്ടാക്കാതെ ഫാക്ടറിയുടെ മുകൾ ഭാഗത്തേക്ക് ചെല്ലും. അവിടെ നിന്ന് നോക്കിയാൽ അവർ രണ്ടുപേരും സംസാരിക്കുന്ന കാണാൻ പറ്റും. ബോസ് പറയും, നീ ഇപ്പം ചെയ്യുന്നതിനെ കുറച്ച് അധികമാണ്, ഇനിയും നീ കൈവിട്ടു പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുതലാളി, നിങ്ങളൊക്കെ എൻ്റെ കാശ് വാങ്ങുന്ന പട്ടികളാണ്, നിങ്ങൾ എന്നോട് വലിയ ഡയലോഗ് അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ മോന്തക്കിട്ട് അടിക്കും. ബോസ് വിചാരിച്ചയാളല്ല, അങ്ങേരുടെ വയറ്റിന് കണ്ടുവെക്കും. അപ്പോഴാണ് മുതലാളി ഒരു ലെഡ്ജർ, ഒരു ഡയറി എടുത്ത് കാണിക്കുക. അവർ രണ്ടുപേരും തമ്മിലുള്ള പൈസയുടെ ഇടപാടുകളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു രേഖയാണ്. അത് കാണുന്ന നേരത്ത് ബോസും പിന്നെ ഒന്നും ചെയ്യില്ല, വേറൊരു വഴിയുമില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഹീറോ പെട്ടെന്ന് തല പിന്നിലേക്ക് വലിയുമ്പോൾ തൊപ്പി അവിടെ തട്ടി താഴേക്ക് വീഴും. പെട്ടെന്ന് തന്നെ ചാടി അത് പിടിച്ചിട്ട് അവിടെ തൂങ്ങിയാണ് കിടക്കുക. എന്നാൽ ശബ്ദമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരാരും അറിഞ്ഞിട്ടില്ല. എന്നാൽ കൂടുതൽ സമയം ഹീറോക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് കൈ വിട്ടുപോവുക. പെട്ടെന്ന് ലീ വന്ന് ഹീറോയുടെ കൈക്ക് പിടിക്കും. അവൻ ഹീറോയെ പിടിച്ചു വലിച്ച് കയറ്റി കഴിയുമ്പോഴേക്ക് അവർ രണ്ടുപേരും പിന്നെ താഴെയില്ല. അവർ വീട്ടിൽ പോയി ചായം കുടിച്ച് കിടന്നുറങ്ങി. അങ്ങനെ തിരിച്ചു വന്ന് രാത്രി അവർ ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് ലിറ്റിൽ ആർക്ക് അങ്ങോട്ട് ഓടി വരുന്നത്. അതാരാന്ന് വെച്ചാൽ ആ ഭൂതം ഭാവി നോക്കുന്ന പെണ്ണില്ലായിരുന്നു, അവളാണ്. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന യാങ് എന്നൊരു പയ്യൻ അവിടുത്തെ കുറേ രഹസ്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നാൽ അവന് പോലീസിൽ തന്നെ പറയണമെന്ന് പറഞ്ഞാണ് അവൻ പോയിരുന്നത്. പക്ഷെ അവന്
അവനിപ്പോൾ മിസ്സിംഗ് ആണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ടീംസ് പെട്ടെന്ന് തന്നെ അവൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കും. അവൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് മനസ്സിലാവുക അവൻ്റെ വീട് കത്തിക്കഴിഞ്ഞു. ചുറ്റുമുള്ളവരോട് ചോദിക്കുമ്പോൾ പറയും സാധാരണ പോലെ ആ വീട് കത്തിപ്പോയി. ആ വീട്ടിൽ 3 പേരുണ്ടായിരുന്നു, അവർ 3 പേരും മരിച്ചുപോയി. എന്നാൽ അവരുടെ അടക്കം പെട്ടെന്ന് തന്നെ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ആ വീട് കത്തിയ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്ന് അറിയാനായിട്ട് നമ്മുടെ ടീം ചകഞ്ഞ് പരിശോധിക്കുമ്പോൾ ലീക്ക് അവിടെ നിന്ന് ഒരു പൊട്ടിയ മോതിരം കിട്ടും. അവിടുന്ന് 3 പേരും കൂടെ ചെല്ലുന്നത് ഈ വീട്ടിലെ വെന്തി മരിച്ച 3 പേരെയും അടക്കം ചെയ്തിരുന്ന സ്ഥലത്തേക്കാണ്. കൂടെ തന്നെ ഒരാൾ കൂടെ ചെല്ലുന്നുണ്ട് ഈ മരിച്ച ആളുകളുടെ ബോഡി കാണിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ആദ്യത്തെ ശവകുടീർ അവർ തുറന്നു നോക്കും. ഈ മിസ്സായെന്ന് പറയുന്നവൻ്റെ ചേച്ചിയുടെ ബോഡിയാണത്. ഈ മിസ്സായെന്ന് പറയുന്നയാളും കൂടെ തന്നെ മരിച്ചുപോയി. അവനെ ഇവിടെ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചേച്ചിയുടെ ബോഡിയുടെ വായ തുറന്നു നോക്കുമ്പോൾ വായ വെളുത്താണ് ഇരിക്കുന്നത്. അവർ 3 ശവകുടീരങ്ങളും തുറന്നു നോക്കും. 3 ബോഡിയുടെ വായ നോക്കുമ്പോഴും എല്ലാം വെളുത്താണ് ഇരിക്കുന്നത്. സാധാരണ ഇതുപോലെ ഒരു വീട് കത്തുന്ന നേരത്ത് അവിടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരിഞ്ഞ പുകയും എല്ലാം ശ്വസിച്ചിട്ടാണ് അവർ മരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ വായിൽ കറുത്ത പുകയായിരിക്കും ഉണ്ടാവുക, വായ്ക്ക് കറുത്ത നിറമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ബോഡിയിൽ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഹീറോക്ക് മനസ്സിലാകും അവരെ ആരോ ആദ്യമേ കൊന്നു, അതിനുശേഷമാണ് വീട് കത്തിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അതിലൊരു ബോഡി മാത്രം തിരക്കിയിട്ട് കഫൻ ചെയ്തിട്ടുണ്ട്. കഫൻ ചെയ്തെന്ന് വെച്ചാൽ ബോഡി തുണി കൊണ്ട് മൂടുന്നതിനാണ് പറയുക. എന്നാൽ ആ തുണി മടക്കിയിരിക്കുന്ന പാറ്റേൺ നോക്കുന്ന ഹീറോയുടെ മനസ്സിലേക്ക് വരുന്നത് ബോഡി ഗാർഡിന്റെ റൂമിൽ വെച്ച് അവന്റെ പുതപ്പ് മടക്കിയ അതേ പാറ്റേൺ ആണ്. ചിലപ്പോൾ അവനായിരിക്കുമോ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ 2 സ്ഥലങ്ങളിൽ അവനെ സംശയിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ബോഡിയുടെ അടുത്തുനിന്ന് വെട്ടിയ മുടി കിട്ടി. ചിലപ്പോൾ അവനായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ബോസ് ആയിരിക്കാം. ഇപ്പൊ അവന്റെ റൂമിൽ കണ്ട പോലെ തന്നെയാണ് ഇവിടെയുള്ള തുണി മടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 സ്ഥലങ്ങളും വെച്ച് നോക്കുമ്പോൾ അവനെയാണ് സംശയാസ്പദമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതേ സമയത്ത് ഭൂതം ഭാവി പെണ്ണ് ലിറ്റിൽ ആർക്കിന്റെ അടുത്തേക്ക് കുറച്ച് പേര് വന്ന് നീ എന്തിനാണ് അവനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പുറത്തുള്ളവരോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് അവളെ ഞെട്ടുകയാണ്. ആ മിസ്സായിരുന്ന പയ്യൻ യാങ് അവളുടെ അടുത്ത് വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഈ ഒരു കാര്യം അവൾ ഹീറോയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അതാണെങ്കിൽ കുറച്ച് പേര് മനസ്സിലാക്കി. എന്തിനീ കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് വിളിച്ചു പറഞ്ഞു എന്ന് അവളോട് ചോദിച്ച് ഞെട്ടിച്ച് അവളെ താഴെ ഇടുമ്പോൾ അവൾ താഴെ നിന്ന് അവളുടെ ലവ് ബേഡ്സിന്റെ കൂടെ തുറന്നു കളയും. ആ ലവ് ബേഡ്സിന് അവളാണ് തീറ്റ കൊടുക്കുന്നത്. അതിന്റെ ഒരു സ്നേഹം അവറ്റകൾ കാണിക്കും. അവറ്റകൾ പെട്ടെന്ന് തന്നെ അവളെ ഉപദ്രവിക്കുന്നവരെ ചെന്ന് കൊത്തി മാന്തും. ആ ഗ്യാപ്പിൽ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പിന്നാലെ ഒരുത്തം ചെന്ന് അവളെ ഷൂട്ട് ചെയ്യും. എന്നാൽ ആ ഷോട്ട് തൊട്ടടുത്തുള്ള ആളുകൾക്കെല്ലാമാണ് കൊള്ളുന്നത്. അതൊന്നും അവർക്ക് വലിയ പ്രശ്നമല്ല. അതേ സമയത്താണ് നമ്മുടെ ടീം ലൊക്കേഷനിലെത്തുന്നത്. അവർക്ക് കാര്യം മനസ്സിലായി. അവളെ പിടിക്കാൻ പോകുന്നവരിൽ കുറച്ച് പേരെയൊക്കെ അവർ പിടിച്ച് താഴെയിടും. അതേ സമയത്ത് നമ്മുടെ പെണ്ണ് ഏതോ ഒരു വീട്ടിൽ കയറി അവിടെയുള്ള കട്ടിൽ വന്ന് കിടക്കും. ഉറങ്ങാൻ വന്നാണേ. പിന്നാലെ ഓടുന്ന ഹീറോ കാണുന്നത് അവളെയും തിരഞ്ഞുകൊണ്ട് ഒരു ഗുണ്ടിച്ചേട്ടൻ നടക്കുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു റിക്ഷ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് അയാളുടെ മേലെ കൊണ്ടുപോയിട്ട് ഒരൊറ്റ കുത്ത്. റിക്ഷ മാറ്റി അയാൾ വീണ് കിടക്കുന്നത് കാണാൻ നോക്കുന്ന നേരത്ത് ഉരുക്ക് മനുഷ്യനെ പോലെ അയാൾ ഹീറോയെ നോക്കി നിൽക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റൈഡ് വേണമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അയാൾ ഹീറോയെ പിടിച്ചു പൊക്കും. ഒരൊറ്റ ഏറ് കൊടുക്കുന്ന നേരത്ത് ഹീറോ അവന്റെ കോളറിൽ പിടിച്ചു കളയും. അവന്റെ തല താഴെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിൽ വന്ന ഒരൊറ്റ ഇടി അവന്റെ ബോധം അപ്പം തന്നെ പോയി. അതേസമയം സ്വന്തം വീട്ടിൽ ആരോ വന്ന് കയറി കിടന്നുറങ്ങുന്ന കാണുന്ന വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കും. എന്നാൽ വില്ലൻ ടീംസ് അവളെ കണ്ടു. അവളെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. അവസാനം ഒരു ഇടവകയിൽ വെച്ച് അവൾ ബ്ലോക്ക് ആകുമ്പോൾ വില്ലൻ വന്ന് അവളെ പിടിക്കും. അപ്പോഴാണ് ദൂരെ നിന്ന് ലീ അവനെ ഷൂട്ട് ചെയ്യുക. എന്നാൽ ബുള്ളറ്റ് അവിടെയൊന്നും എത്തില്ല, തറയിലാണ് കൊള്ളുക. പെട്ടെന്ന് വില്ലൻ അവളെ മറയാക്കി പിടിച്ച് തിരിച്ച് അവനെ ഷൂട്ട് ചെയ്യും. എന്നാൽ ലീയുടെ അടുത്ത് ബുള്ളറ്റ് എത്തില്ല. അവൻ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്ന് വീണ്ടും ഷൂട്ട് ചെയ്യും. എന്നാൽ അതും എത്തുന്നില്ല. ലീ ആണെങ്കിൽ ഒരട്ടി പോലും മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുന്നില്ല. ഈ സമയത്ത് ലീ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഗണ്ണ് ചെറുങ്ങനെ ഒന്ന് പൊക്കും. പിന്നെ ഒരു ഒറ്റ ഷൂട്ട്. ആ ബുള്ളറ്റ് അവന്റെ തലയിലാണ് വന്നിറങ്ങുക. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അവളുടെ മുറിവിൽ ലീ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം അവൾ ചോദിക്കും നിങ്ങൾക്ക് എന്നെ പ്രണയിക്കാൻ പറ്റുമോ? അവൻ പറയും ഒരു കുടുംബം അതെനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. എന്നാൽ ഇമാതിരി ഡയലോഗ് അടിച്ച ലീക്ക് മുറിവിന് മരുന്ന് വെച്ച് തിരിച്ചു പോന്നാൽ പോരെ? അവൾ ഒന്നുകൂടെ ട്യൂൺ ചെയ്യുന്ന നേരത്ത് അവൻ അതിൽ വീണ് പിന്നെ അവരവിടെ നിന്ന് പ്രണയിക്കാൻ തുടങ്ങും. പിറ്റേന്ന് രാവിലെ തന്നെ ഹീറോ സ്വർഗത്തിന്റെ വിധി പരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരൊറ്റ ബുള്ളറ്റ് മാത്രം വെച്ച് അത് ലോഡ് ചെയ്ത് തലയിൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. പിന്നെ ഒന്ന് മേലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടും. ഹീറോക്കിനി വിധവനാവാനായിട്ട് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഇതുവരെ ആ ടെക്നിക്ക് പിടി കിട്ടിയിട്ടില്ല. അതേ സമയത്ത് അങ്ങോട്ട് സണ്ണ് ഓടി വരുന്ന നേരത്ത് ഹീറോ ചോദിക്കും ഈ ഗണ്ണിൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുക? അവൻ പറയും ഒരു ബുള്ളറ്റ് അതിലിട്ടാൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഗണ്ണ് ഷൂട്ട് ചെയ്യാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ബുള്ളറ്റ് ഇതിൽ നിന്ന് പുറത്തെടുത്താൽ പോരെന്ന് അവൻ ചോദിക്കും. ഹീറോ പറയും ഇതിന്റെ ട്രിക്ക് നീ കണ്ടുപിടിച്ചടാ. അങ്ങനെ നമ്മുടെ ടീം ഇപ്പോൾ ഗണ്ണുമായിട്ട് നാട്ടുകാരുടെ ഇടയിലാണ് വന്ന് നിൽക്കുന്നത്. ആ ഫാക്ടറിയിൽ നടന്ന സ്വർഗത്തിന്റെ വിധി അതെങ്ങനെയാണ് ചെയ്തതെന്നാണ് ഹീറോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. മുതലാളി കാണിക്കുന്ന പോലെ തന്നെ ഒരൊറ്റ ബുള്ളറ്റ് മാത്രം വെച്ച് കാണാതെ ലോഡ് ചെയ്ത് തലയിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടില്ല. അത് കഴിഞ്ഞ് ബുള്ളറ്റ് പുറത്തെടുത്ത് വീണ്ടും ലോഡ് ചെയ്ത് ലീയുടെ കയ്യിലാണ് കൊടുക്കുക. അത് അവന്റെ തലയിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ലിറ്റിൽ ആർക്ക് അതിന് സമ്മതിക്കില്ല. എന്നാൽ ഹീറോ ഗണ്ണ് വാങ്ങിയിട്ട് മുകളിലേക്ക് ടപ്പേ 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 ടപ്പേന്ന് 6 ഷോട്ട് പൊട്ടിക്കും. ഇത് കാണുന്ന ലിറ്റിൽ ആർക്ക് ഞെട്ടി നിൽക്കുകയാണ്. ഇതെങ്ങനെ ഒരൊറ്റ ബുള്ളറ്റ് വെച്ച ഗണ്ണിൽ നിന്ന് 6 ബുള്ളറ്റ് പോയെന്ന് അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അന്നേരമാണ് ഹീറോ സത്യം പറയുക. ഹീറോ അതിലേക്ക് ആദ്യം വെച്ചിരുന്ന ബുള്ളറ്റ് ഒരു ഡെഡ് ബുള്ളറ്റാണ്, അതൊരിക്കലും പൊട്ടാൻ പോകുന്നില്ല. എന്നിട്ട് ആ ബുള്ളറ്റ് പുറത്തെടുത്ത് ഒന്നുകൂടെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ തവണ കൊണ്ട് 6 ബുള്ളറ്റുകൾ ഒരേ സമയം ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ വെച്ചാണ് ഹീറോ അത് ലോഡ് ചെയ്യുക. ഒരു മജീഷ്യൻ എങ്ങനെയാണോ മുന്നിലുള്ളവരെല്ലാം പറ്റിച്ചുകൊണ്ട് മാജിക് ചെയ്യുന്നത് അതുപോലെയാണ് ഹീറോ അത് ലോഡ് ചെയ്യുക.
അതുകൊണ്ട് തന്നെ ആർക്കും അത് മനസ്സിലാവില്ല. ഇത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഹീറോ കണ്ടുപിടിച്ച മറ്റൊരു സത്യം കൂടെ ഹീറോ അവിടെ നിന്ന് പറയും. അന്ന് ഫാക്ടറിയിൽ ആദ്യത്തെ കൊലപാതകം എങ്ങനെയാണെന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോയിരുന്നപ്പോൾ ഓരോരുത്തരും നിന്നിരുന്ന പൊസിഷൻ ഹീറോക്ക് മനസ്സിലായിരുന്നല്ലോ. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് ഹീറോ കണക്ക് കൂട്ടും. അന്ന് എന്തായിരുന്നു സംഭവിച്ചതെന്ന് വെച്ചാൽ അങ്ങേര് ആദ്യത്തെ ഡെഡ് ബുള്ളറ്റ് ഗണ്ണിലേക്ക് ലോഡ് ചെയ്യുന്ന സമയം തൊട്ടടുത്ത് നിന്നിരുന്ന 2 പേർക്ക് അത് മനസ്സിലായിരുന്നു. അതാരൊക്കെയാന്ന് മനസ്സിലായോ? അതിലൊന്ന് അവിടെ മരിച്ചു പോയിരുന്ന ആ ഡെഡ് ബുള്ളറ്റുകളെല്ലാം മാറ്റി വെക്കുന്നയാളാണ്. അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വീട്ടിൽ വെന്ത് മരിച്ചു പോയിരുന്ന ആ യാങ്ങാണ്. മുതലാളി അത് കഴിഞ്ഞിട്ട് ആ ഗണ്ണ് അവളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് മറ്റൊരു ഗാർഡിന്റെ കയ്യിലായിരുന്നല്ലോ കൊടുത്തിരുന്നത്. അയാളാണ് ആദ്യം തന്നെ മരിച്ചിരുന്ന ആള്. അയാൾ ആ ഗണ്ണ് കൊണ്ടുപോകുന്ന സമയത്ത് കണ്ടിരുന്നു ഗണ്ണിന്റെ 2 വശത്തുകൂടെയായിട്ട് ഗണ്ണിൽ മുഴുവൻ ബുള്ളറ്റ് നിറഞ്ഞിരിക്കുന്നത്. ആ ഒരു സമയത്താണ് അയാളുടെ മുഖഭാവം മാറുന്നത്, അല്ലാതെ അവളുടെ അവസ്ഥ ആലോചിച്ചിട്ടല്ല. ഹീറോ പറയും, ചുരുക്കി പറഞ്ഞാൽ പിന്നെ മരിച്ചിരിക്കുന്നവരെല്ലാവരും ആ മുതലാളിയുടെ സ്വർഗത്തിന്റെ വിധി എന്ന പരിപാടിയുടെ ട്രിക്ക് കണ്ടുപിടിച്ചവരാണ്. സണ്ണ് പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കൊലപാതകം കൂടെ നടക്കാനിരിക്കുന്നുണ്ട്. ആ എഞ്ചിനീയർ അങ്ങേരാണ് ഒരൊറ്റയടിക്ക് 6 ബുള്ളറ്റുകൾ ലോഡ് ചെയ്യാൻ പറ്റുന്ന ആ ടൂൾ കണ്ടുപിടിച്ച്. അതേ സമയത്ത് ഫാക്ടറിയിൽ ആ എഞ്ചിനീയറുടെ അടുത്തേക്ക് ആരോ ഒരാൾ ഗണ്ണുമായിട്ട് വരുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് അങ്ങേര് പറയെങ്കിലും ഒരൊറ്റയടിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അതേ സമയത്ത് അയാളെ രക്ഷിക്കാനായിട്ട് വരുന്ന നമ്മുടെ ടീം കാണുന്നത് അയാളെയും കൊന്നുകൊണ്ട് ആരോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതാണ്. നമ്മുടെ ടീം അയാളുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. എന്നാൽ ആ കൊലയാളി ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുന്ന സമയത്താണ് ദൂരെ നിന്ന് ബോഡി ഗാർഡ് വലിയൊരു ഗണ്ണ് വെച്ച് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുക. അപ്പോഴേക്ക് എവിടെന്നാന്ന് അറിഞ്ഞുകൂടാ ആ ഫാക്ടറി മുതലാളിയും കുറേ ആളുകളും അങ്ങോട്ട് ഇറങ്ങി വരും. കൂടെ തന്നെ ആ ബോസ് പോലീസുകാരൻ വരുന്നുണ്ട്. എന്നാൽ പോലീസുകാരിൽ ഒരാൾ ആ മരിച്ചയാളുടെ ബോഡിയുടെ അടുത്തേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുക അവന് ജീവനുണ്ട്. ഒന്നും നോക്കില്ല, അവന്റെ കഴുത്ത് പിടിച്ച് ഒടിച്ചു കൊന്നുകളയും. മുതലാളി പറയും, അപ്പോഴെല്ലാവർക്കും സന്തോഷ വാർത്ത, കൊലയാളി മരിച്ചിരിക്കുന്നു, ഇനി എല്ലാവരും വീട്ടിൽ പോയിക്കോളി. എന്നാൽ ഇത് കാണുന്ന ലീക്ക് അത് സഹിക്കില്ല. അവൻ തെറിയും പറഞ്ഞുകൊണ്ട് മുതലാളിയെ തല്ലാൻ വരുന്ന നേരത്ത് അയാൾ ദേഷ്യം പിടിച്ച് അവന്റെ അടുത്തേക്ക് വരും. എന്നാൽ അതിന്റെ ഇടയിലേക്ക് കയറി വരുന്ന സണ്ണാണ്. അങ്ങനെ അവര് 2 പേരും കൂടെ അടിയാകുമ്പോൾ ആ ഗ്യാപ്പിന് നോക്കിയിട്ട് പോലീസുകാരൻ ബോസ് വടിയായിട്ട് 2 പേരെയും വന്ന് ഓരോ അടി വെച്ച് കൊടുക്കും. അത് കഴിയുമ്പോൾ ഒരു ഗുണ്ട് പോലീസുകാരൻ വന്ന് നമ്മുടെ ലീയുടെ മോന്തൊക്കെ ചൂണ്ടി ഇനി മേല ഇങ്ങോട്ട് വന്ന് പോരുതെന്ന് പറയും. എന്നാൽ അവന്റെ വിരൽ പെട്ടെന്ന് തന്നെ ലീ ശ്രദ്ധിക്കും. ഒരു മോതിരം കുറെ കാലം യൂസ് ചെയ്തിട്ട് അത് ഊരി മാറ്റി നേരത്തെ കയ്യിൽ ചെറിയൊരു പാടുണ്ടാവില്ലേ, അതുപോലൊരു പാട് അങ്ങേരുടെ കയ്യിലുണ്ട്. എന്നാൽ ഇതുപോലൊരു മോതിരം ആ യാങ് എന്നവന്റെ കത്തിപ്പോയി വീട്ടിൽ നിന്ന് ലീക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി ആ പോലീസുകാരൻ ജോലിയെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ടീമിന്റെ കാറ് അയാളുടെ കാറിന് ഒരു ഒറ്റ ഇടി. പിന്നെ അയാൾ കണ്ണു തുറക്കുന്നത് കയറിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. നമ്മുടെ ടീമാണ് ഇമാതിരി പരിപാടി ചെയ്തിരിക്കുന്നത്. ലീ ചോദിക്കും, എടാ കള്ളം മഡഗാസ്കറെ, നീ അല്ലോടെ യാങ്ങിന്റെ വീട്ടിൽ പോയി അവനെ കൊന്ന് വീട് കത്തിച്ചു കളഞ്ഞ്? അതിന് അയാൾ പറയും, എനിക്കൊന്നും അറിയില്ല, എനിക്കിതായിട്ട് ഒരു ബന്ധവുമില്ല. പെട്ടെന്ന് സണ്ണ് താഴേന്ന് കയറ് ലൂസ് ചെയ്യും. അയാളുടെ തല താഴെ വന്ന് ഇടിക്കാൻ നേരത്ത് അവൻ വീണ്ടും പിടിക്കും. വീണ്ടും പൊക്കിയിട്ട് അവനോട് ചോദിക്കും, പിന്നെ എങ്ങനെയാണോ നിന്റെ മോതിരം ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ? പോലീസുകാരൻ പറയും, എനിക്കൊന്നും അറിയില്ല, എൻ്റെ മോതിരം വഴിയിൽ വെച്ച് കാണാതായിരുന്നു, ആരോ അത് മോഷ്ടിച്ച് ആ വീട്ടിലെങ്ങാൻ കൊണ്ട് വെച്ചിട്ടുണ്ടാകും, അല്ലാതെ എനിക്ക് ആ 3 പേരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഹീറോ പറയും, അതിനാ മരിച്ചുപോയ 3 പേരെ കുറിച്ച് ഞങ്ങൾ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. സണ്ണ് പെട്ടെന്ന് തന്നെ ആ കയർ ഒന്നുകൂടെ ലൂസാക്കി വിടും. താഴെ വന്ന് ബ്രേക്ക് ഇടുന്ന അങ്ങേര് ഛർദ്ദിച്ചു പോകും. ഇതിനാണ് പറയുക ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാല് തുപ്പിക്കുകയെന്ന്. അയാളെ പൊക്കി നിർത്തി വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ അയാളാണെങ്കിൽ ഇപ്പോഴും ഒന്നും സംസാരിക്കുന്നില്ല. ലീ ആണെങ്കിൽ അയാൾ ഒന്നുകൂടെ താഴേക്ക് ഇടാൻ പറയും. ഹീറോ ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. സണ്ണ് ഇടണോ ഇടണ്ടേന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ലീ അവനെ ഷൂട്ട് ചെയ്യുക. അവൻ മരിച്ച് താഴെ വീണു. എന്നാൽ ആ കയർ ലൂസായിട്ട് ആ ഗുണ്ട് ചേട്ടനും താഴേക്ക് വീണോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലീ അവനെ പിടിക്കും. ഹീറോ ഓടി വന്ന് സണ്ണിനടുത്ത് വന്ന് നോക്കുമ്പോൾ അവൻ മരിച്ചിട്ടില്ല. ശരിക്കും അവൻ ബുള്ളറ്റ് വെസ്റ്റ് ഇട്ടിരുന്നു. അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് അവർ ചെയ്ത ചെറിയൊരു നാടകമായിരുന്നു ഇത്. എന്തായാലും നാടകം ഏറ്റിട്ടുണ്ട്. ഇത് കണ്ട് പേടിക്കുന്ന അയാൾ അവിടെ നിന്ന് സത്യങ്ങൾ പറയാൻ തുടങ്ങും. സംഭവം എന്താന്ന് വെച്ചാൽ യാങ് എന്ന പയ്യൻ ലിറ്റിൽ ആർക്കിന്റെ അടുത്ത് വന്ന് അവിടുത്തെ കുറച്ച് രഹസ്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതെല്ലാം ഞാൻ പോലീസിലേ പറയുമെന്ന് പറഞ്ഞ് അവൻ പോലീസിൽ പറയാനായിട്ട് ചെന്നു. എന്നാൽ അവൻ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ആരോടായിരിക്കും? ബോസിനോടാണ്. ഈ ബോസ് ആണെങ്കിൽ മുതലാളിയുടെ കാശിന് ജീവിക്കുന്ന ഒരുത്തനും. ഈ ഒരു കാര്യം പുറത്തു വന്നാൽ ബോസിനും വലിയ പ്രശ്നമായിരിക്കും. കാരണം സ്വർഗത്തിന്റെ വിധി എന്ന ഈ ഒരു പരിപാടി മുതലാളിക്ക് പറഞ്ഞു കൊടുത്തത് ബോസാണ്. എന്തായാലും ആ സമയത്ത് അയാൾ യാങ്ങിനോട് തിരിച്ചു വീട്ടിൽ പോയിക്കോളാൻ പറയും. അവന്റെ പിന്നാലെ തന്നെ കുറച്ച് പോലീസുകാരെ അയച്ചിരുന്നു അവനെ കൊല്ലാനായിട്ട്. അങ്ങനെ പോയിരുന്ന പോലീസുകാരാണ് അവന്റെ വീട്ടിലുള്ളവരെല്ലാം കൊന്ന് വീട് കത്തിച്ചു കളയുന്നത്. എന്നാൽ നമ്മുടെ ഹീറോക്കും അവനെ കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യാനായിട്ടുണ്ട്. മേലേക്ക് കയറി വരുന്ന നേരത്താണ് ആരോ ഒരാൾ പെട്ടെന്ന് ഹീറോയുടെ കഴുത്തിൽ കുരുക്കിട്ട് ഹീറോയെ കെട്ടി തൂക്കുക. അയാൾ തന്നെ ഓടി വന്ന് തൂങ്ങിക്കിടക്കുന്ന പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് കളയും. ഇനി അയാളുടെ അടുത്ത് നിന്ന് സത്യങ്ങളൊന്നും കിട്ടില്ല, കാരണം അയാൾ മരിച്ചുപോയില്ലേ. എന്നാൽ ഇവിടെ ഹീറോ ഇതിനു മുന്നേയും ഇതുപോലൊരു കുരുക്കിൽ വന്ന് പെട്ടതാണ്. ഹീറോക്കറിയാം എങ്ങനെയാണ് പുറത്ത് വരേണ്ടതെന്ന്. ഹീറോ ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴുത്തിലെ കെട്ട് ഊരിയെടുത്ത് പുറത്തു വരും. എന്നാൽ ഇവിടെ ലീയുടെ അവസ്ഥ കുറച്ചുകൂടെ മോശമാണ്. ഒരൊറ്റയാളല്ല ഇവരെ എല്ലാവരെയും ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഒരു പട ആളുകളുണ്ട്. അവർ താഴെ നിന്ന് മെഷീൻ ഗണ്ണ് വെച്ച് ലീ നിൽക്കുന്നതിന്റെ മതിൽ ഷൂട്ട് ചെയ്ത് പൊളിച്ചു കളയും. എന്നാൽ ഒരു ഗ്യാപ്പ് കിട്ടുന്ന നേരത്ത് ലീ പുറത്ത് വന്ന് അവന്റെ റിവോൾവർ ഗണ്ണ് വെച്ച് ഓരോ ഷോട്ടിനും ഓരോരുത്തരെയും കൊന്നു കളയും. എന്നാലും തീരാനൊന്നും പോകുന്നില്ല. ഓരോരുത്തന്മാരും തൂണിന് പിന്നിലായിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഹീറോ ഒരുത്തൻ തൂണിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ വെറുതെ കൈകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന പോലെ ഹോ എന്നൊരു ശബ്ദം ഉണ്ടാക്കും.
അത് ഗണ്ണാന്ന് വിചാരിച്ച് തൂണിന്റെ മറുവശത്തേക്ക് പോകുന്ന അയാളെ അപ്പുറത്തുനിന്ന് ലീ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അങ്ങനെ ഓരോരുത്തന്മാരെയും അവർ മെല്ലെ മെല്ലെ തീർത്ത് അവസാനമുള്ളവനെയും ലീ ഓടിച്ചെന്ന് ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അങ്ങനെയെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഷൂട്ട് വരിക. ലീ ഓടിച്ചെന്ന് അവിടേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തവൻ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഇവിടെ വെസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ സണ്ണിന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഹീറോ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് അവന്റെ കഴുത്തിൽ നിന്ന് ചോര വരുന്ന കാണുക. ശരിക്കും അവന്റെ കഴുത്തിനൊരു ഷോട്ട് കൊണ്ടിരുന്നു. അവൻ അവിടെ തന്നെ കിടന്ന് മരിക്കും. ഇത് കാണുന്ന ലീയുടെ ചങ്ക് തകരും. അവൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ അങ്ങോട്ട് വരുമ്പോഴേക്ക് പോലീസുകാരെല്ലാവരും കൂടെ അവിടെ എത്തും. അവരുടെ കൂടെയുള്ള മെയിൻ പോലീസുകാരൻ ആരാന്ന് വെച്ചാൽ ആ ക്രിമിനൽ പോലീസുകാരനാണ്. എന്നാൽ അയാളുടെ ഷൂസും കോട്ടും എല്ലാം കാണുമ്പോൾ അതിലെല്ലാം ചില്ലിന്റെ പൊടികൾ പറ്റി കിടക്കുന്നുണ്ട്. യാങ്ങിന് മനസ്സിലായി അവനും അവന്റെ ആളുകളുമാണ് ഇപ്പോൾ അവിടെ വന്ന് ഇമാതിരി പണിയെല്ലാം കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരൊറ്റ അടിയാണ് അവന്റെ മോന്തക്കിട്ട്. എന്നാൽ ഇപ്പോഴും അവനാണ് ഈ പരിപാടികളെല്ലാം ചെയ്തതെന്ന് പറയാനുള്ള ശക്തമായിട്ടുള്ള ഒരു തെളിവ് അവന്റെ കയ്യിലില്ല. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ സണ്ണിന്റെ അടക്കം കഴിഞ്ഞു. അതും കഴിഞ്ഞ് ഹീറോയും ലീയും കൂടെ വിഷമത്തിലാണ് നടന്നു വരിക. അതിന്റെ ഇടയിൽ അവർക്കും ഇതുപോലെ തന്നെ ഒരു കുഴി തോണ്ടി വെക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവനും ഇപ്പോൾ വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. എപ്പോഴാണ് മരിക്കാൻ പോകാന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അവർ സയന്റിസ്റ്റിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. സയന്റിസ്റ്റ് ആണെങ്കിൽ അവസാനം മരിച്ചിരുന്ന മെക്കാനിക്കുകാരനില്ലായിരുന്നോ, അങ്ങേരുടെ ബോഡി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയും മറ്റുള്ള ബോഡിയിൽ നിന്നും ഇതിനൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ ബോഡിയിൽ നിന്ന് കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്ന ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള ബോഡിയിൽ നിന്നൊന്നും ബുള്ളറ്റ് കിട്ടിയിട്ടില്ല. അതെല്ലാം അദൃശ്യ ബുള്ളറ്റുകളായിരുന്നു. എന്നാൽ ഹീറോക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ആ അടച്ചിട്ട മുറിയിൽ നിന്ന് മരിച്ച ആളില്ലായിരുന്നോ, കസാരയിൽ ഇരുന്ന് മരിച്ചയാൾ, അയാളുടെ ബോഡി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കും. ലെൻസ് എല്ലാം വെച്ച് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് അകത്തിൽ നിന്ന് എന്തോ ഒരു സാധനം കിട്ടുക. അത് വെള്ളത്തിലിട്ട് കഴുകുമ്പോഴാണ് മനസ്സിലാവുക അതൊരു എല്ലാണ്. എല്ലുകൊണ്ടുള്ള ബുള്ളറ്റ് ഉപയോഗിച്ചാണ് ഈ ആളെ കൊന്നിരിക്കുന്നത്. അങ്ങനെ ഹീറോക്ക് മനസ്സിലായി അദൃശ്യ ബുള്ളറ്റുകളെന്ന് വെച്ചാൽ, ഫാൻറ്റം ബുള്ളറ്റുകളെന്ന് വെച്ചാൽ എല്ലുകൊണ്ടുണ്ടാക്കുന്ന ബുള്ളറ്റുകളാണ്. എന്നാൽ എല്ലുകളും ഡെഡ് ബുള്ളറ്റുകളും എല്ലാം ഹീറോ കണ്ടിട്ടുള്ളത് മുതലാളിയുടെ ബോഡി ഗാർഡിന്റെ റൂമിൽ വെച്ചാണ്. അതുകൊണ്ട് അവൻ തന്നെയാണ് കൊലയാളിന്ന് ഹീറോക്ക് ഏകദേശം ധാരണയായി. അതേസമയത്ത് മുതലാളിയും ബോഡി ഗാർഡും കൂടെ അങ്ങരുടെ ഓഫീസിൽ വന്ന് നിൽക്കാണ്. മുതലാളി എന്തോ ഒരു സന്തോഷത്തിൽ അവൻ എന്തോ ഒരു സാധനം എടുത്തു കൊടുക്കാനായിട്ട് ചെന്നൊരു പെട്ടി തുറക്കുന്ന നേരത്താണ് ബോഡി ഗാർഡിന് ഒരു ഡൗട്ട്. അയാൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്താലോ. അവൻ മെല്ലെ ഗണ്ണിലേക്ക് കൈവെക്കും. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ചില്ലി കൂടെ മുതലാളി കാണുന്നുണ്ട് അവൻ ഗണ്ണിന്റെ മേലെ കൈവെക്കുന്നത്. അയാൾക്ക് മനസ്സിലായി അയാളെ പോലും അവന് വിശ്വാസമില്ലാന്ന്. അയാൾ പെട്ടിയിൽ നിന്നൊരു ഗണ്ണെടുത്ത് അവന്റെ അടുത്ത് ചെന്ന് അവന്റെ നേരെ വെച്ച് ഈ ഗണ്ണ് എങ്ങനെയുണ്ടാന്ന് ചോദിച്ച് ചിരിക്കുന്ന നേരത്ത് അവനും ചിരിക്കും. അയാൾ ചോദിക്കും അതിനിപ്പോൾ ഇവിടെ ചിരിക്കാൻ മാത്രം എന്താ ഉള്ളത്. ബോഡി ഗാർഡ് പറയും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഞാനാണോ ലീ ആണോ ഈ നാട്ടിൽ ഏറ്റവും വേഗത്തിൽ ഷൂട്ട് ചെയ്യുന്നതെന്ന്. അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗണ്ണെടുത്ത് അവൻ മുതലാളിയുടെ നെറ്റിക്ക് ഒരൊറ്റ ഷോട്ട് അയാൾ മരിച്ചു. അതേസമയത്ത് തന്നെ താഴെ പോലീസുകാരൻ ബോസും പടയാളികളും കാത്തു നിൽക്കുന്നുണ്ട്. ഗണ്ണിന്റെ ഒച്ച കേൾക്കുമ്പോഴേക്ക് അവർ ഓടി ആ റൂമിലേക്ക് വരും. എന്നാൽ ബോഡി ഗാർഡ് അവിടെ ഉണ്ടായിരുന്ന ജനൽ തുറന്നിട്ട് വായിലൊരു തുണിയും കടിച്ചു പിടിച്ച് അവന്റെ കൈക്ക് തന്നെ ഷൂട്ട് ചെയ്യും. പോലീസുകാർ വരുന്ന നേരത്ത് കാണുക ആരോ അവരെ ഷൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഓടിപ്പോയ പോലെയാണ്. അങ്ങനെ പോലീസുകാരെല്ലാവരും കൂടെ പുറത്തേക്ക് പോയ കൊലയാളിയെ പിടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടും. ആ ഒരു ഒഴിവ് നോക്കി നമ്മുടെ ശരിക്കുള്ള കൊലയാളി ബോഡി ഗാർഡ് അവൻ മെല്ലെ ഇറങ്ങി ഫാക്ടറിയുടെ മുന്നിൽ കൂടെ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ടീം അങ്ങോട്ട് എത്തുന്നത്. ഹീറോ അവനെ എടാ കൊലയാളി എന്നുള്ളൊരു മട്ടിൽ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അവന് മനസ്സിലായി അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം. അവനൊരൊറ്റ ഓട്ടാണ് അവിടുന്ന്. പിന്നാലെ തന്നെ ഹീറോയും ലീയും വെച്ച് പിടിക്കുന്നുണ്ട്. എന്നാൽ അവൻ കാണുന്നവരെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അവിടുന്ന് ഓടുന്നത്. അവൻ ഓടി ഫാക്ടറിക്ക് അകത്തേക്ക് കയറും. ഹീറോ ഒരു വഴി കൂടെയും ലീ മറ്റൊരു വഴി കൂടെയാണ് അവനെ പിടിക്കാനായിട്ട് ചെല്ലുന്നത്. എന്നാൽ ഓടുന്ന ബോഡി ഗാർഡ് അറിയാത്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ലീ നാട്ടിലെ വലിയൊരു ഷൂട്ടർ മാത്രമല്ല, സ്പീഡ് ഷൂട്ടർ മാത്രമല്ല, അവനൊരു വലിയ ഓട്ടക്കാരനും കൂടിയാണ്. പെട്ടെന്നാണ് ലീ ബോഡി ഗാർഡിന്റെ മുന്നിലെത്തുക. അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അവർ രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് നമ്മുടെ ഹീറോ കയറി വരുന്നത്. ആദ്യം തന്നെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ബോഡി ഗാർഡിനെയാണ് കാണുന്നത്. അമ്പോ ഇപ്പൊ തന്നെ ഷൂട്ട് കൊണ്ട് മരിച്ചു എന്ന് വിചാരിച്ച് അടുത്ത ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് അവിടെ ലീയെ കാണുക. അന്നേരമാണ് ഹീറോക്ക് സമാധാനമാവുന്നത്. അവര് മുഖാമുഖം നോക്കി നിൽക്കുന്നത് കാണുന്ന ഹീറോക്ക് ഒരു ചെറിയ സംശയം, ഇവരിൽ ആരായിരിക്കും ബെസ്റ്റ് സ്പീഡ് ഷൂട്ടർ. അതറിയാൻ ഹീറോ ഇതിനു മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ഗണ്ണില്ലാത്ത പോക്കറ്റിലേക്ക് കൈയിട്ട് ബോഡി ഗാർഡിന് നേരെ ഒരൊറ്റ ചൂണ്ടലാണ്. എന്നാൽ അപ്പോഴേക്ക് നമ്മുടെ രണ്ട് ഷൂട്ടേഴ്സും രണ്ട് സൈഡിൽ നിന്നും ഗണ്ണ് പൊക്കി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ലീ ആണ്. അത് കഴിഞ്ഞ് ചെറിയൊരു മില്ലി സെക്കൻഡ് കഴിഞ്ഞാണ് ബോഡി ഗാർഡ് ഷൂട്ട് ചെയ്യുക. അവരുടെ രണ്ടുപേരുടെയും ബുള്ളറ്റ് ഹീറോയുടെ രണ്ട് സൈഡിൽ കൂടെയും ഒരഞ്ഞു പോകും. ലീയുടെ ഷോട്ട് ബോഡി ഗാർഡിന്റെ തിരുനെറ്റിക്കാണ് കൊള്ളുന്നത്. എന്നാൽ ബോഡി ഗാർഡിന്റെ ഷോട്ട് ലീയുടെ ഷോൾഡറിനാണ് കൊള്ളുന്നത്. ലീക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ബോഡി ഗാർഡ് അവിടെ തന്നെ മരിച്ചു വീഴും. അപ്പോഴേക്ക് പോലീസുകാരെല്ലാവരും അവിടെ എത്തും. പോലീസുകാരൻ ബോസ് വന്ന് പറയും ഇവനായിരുന്നോ കൊലയാളി, എനിക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അതിന് ഹീറോ പറയും ഇതെല്ലാം സംഭവിക്കാൻ നിങ്ങൾ ഒരൊറ്റയാളാണ് കാരണം. അയാൾ ചോദിക്കും അതിനെന്താ ഇപ്പോൾ ഒരു തെളിവുള്ളത്. ഹീറോ മരിച്ചു കിടക്കുന്ന ആ ബോഡി ഗാർഡിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചുവന്ന ലെഡ്ജർ പുറത്തെടുക്കും. അതിലാണ് ബോസും മുതലാളിയും തമ്മിൽ ഇടപാടുകളെല്ലാം നടത്തിയതിന്റെ രേഖകൾ കിടക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ബോസിന് മനസ്സിലായി കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയി. അയാൾ വിഷമചഞ്ചലനായിട്ട് തിരിഞ്ഞു നടക്കും. അന്നേരമാണ് വേറൊരു പോലീസുകാരൻ വന്ന് ഹീറോയോട് ചോദിക്കുക നിങ്ങൾ എന്താ ഇപ്പോൾ അയാൾക്ക് കാണിച്ചു കൊടുത്ത്. ഹീറോ പറയും ഞാൻ എൻ്റെ ഡയറി തന്നെയാണ് കാണിച്ചു കൊടുത്ത്. എന്നാൽ കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആ ചോരയിലൊന്ന് മുക്കിയെടുത്തിട്ട് തുടച്ചാണ് കാണിച്ചു കൊടുത്തത്. ശരിക്കും ഹീറോ ലെഡ്ജർ ബുക്ക് അല്ലായിരുന്നു കാണിച്ചു കൊടുത്തിരുന്നത്. അയാളെ പറ്റിക്കാനായിട്ട് ഒരു പണി ചെയ്തായിരുന്നു. അത്
അതിലാണെങ്കിൽ അയാൾ വീഴുകയും ചെയ്തു. എന്നാൽ ബോസ് എങ്ങോട്ടാണ് പോയെന്ന് അറിയാനായിട്ട് ലീ അയാളുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുമ്പോൾ ബോസ് പോയിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബോംബ് എടുക്കാനാണ്. കണ്ടാൽ ചെറിയൊന്നായിട്ടാണ് തോന്നുക, പക്ഷേ പൊട്ടിത്തെറിച്ചാൽ ആ ഫാക്ടറി മൊത്തമായിട്ട് പൊട്ടിത്തെറിക്കും. അവിടെ എല്ലാം ഇതുപോലെയുള്ള മരുന്നുകളാണുള്ളത്. എന്നാൽ അവിടെ തന്നെ കുറേ ജോലിക്കാരും നിൽക്കുന്നുണ്ട്. അത് കാണുന്ന ലീ പറയും, നിങ്ങൾ അവിവേകമൊന്നും കാണിക്കരുത്, നിങ്ങളത് പൊട്ടിക്കരുത്. എന്നാൽ അയാൾ ആ ബോംബിന്റെ ചരട് വലിക്കാനായിട്ട് നിൽക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യും. ചെന്ന് നോക്കുമ്പോഴാണ് കാണുക അങ്ങേരെ ആ ബോംബിന്റെ ചരട് വലിച്ചു കഴിഞ്ഞു. അവിടെയുള്ളവരോട് ഓടി രക്ഷപ്പെടാൻ പറയുമ്പോൾ കുറേ പേര് ഓടി രക്ഷപ്പെടും. എന്നാൽ അവസാനമായിട്ട് ഒരു പെൺകുട്ടി മാത്രം അവിടെ പെട്ടുപോകുന്നുണ്ട്. അവളെയായിട്ടാണ് ലീ പുറത്തേക്ക് വരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കവാടത്തിന് മുന്നിലാണ് നമ്മുടെ ഹീറോ വന്ന് നിൽക്കുന്നത്. ലീക്ക് അറിയാം ഇനി അടുത്തത് അവിടെയാണ് പൊട്ടാൻ പോകുന്നത്. അവൻ ഹീറോയോട് പറയും അവിടെ നിന്ന് ഓടിക്കോ ഓടിക്കോ എന്ന്. എന്നാൽ ഓടാനുള്ള സമയമൊന്നും കിട്ടില്ല, പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കുക. ഈ ഒരു സീൻ കാണാനായിട്ട് പ്രത്യേക രസമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും സ്ലോ മോഷനായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സിനിമ യൂട്യൂബിൽ ഉണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഈ ഒരു സീൻ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഹീറോ പൊട്ടിത്തെറിച്ച് പോകുമെന്ന് വിചാരിച്ച ലീക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ പൊട്ടുന്നത് ലീ നിൽക്കുന്ന ഭാഗത്തായിരുന്നു. അങ്ങനെ അവനാണിപ്പോൾ ആശുപത്രിയിലാവുന്നത്. അവിടെയാണെങ്കിൽ ലിറ്റിൽ ആർക്ക് അവൻ എന്ത് പറ്റിയെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അന്നേരമാണ് ഡോക്ടർ വന്ന് ഒരു ശുഭവാർത്ത പറയുന്നത്, അവന് കൂടുതൽ കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല, അവൻ എന്തായാലും ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും, ഓക്കെയാണ്. അത് കേൾക്കുമ്പോഴാണ് അവക്കൊന്ന് സമാധാനമാവുക. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ലീക്ക് മറ്റൊരു ഗിഫ്റ്റ് കൂടെ കാത്തു നിൽക്കുന്നുണ്ട്. ബോസ് മരിച്ചു പോയതുകൊണ്ടും പിന്നെ ആ കൊലയാളിയെ അവൻ പിടിച്ചുകൊണ്ടും ബോസിന്റെ സ്ഥാനത്തേക്കുള്ള പ്രൊമോഷൻ അവനാണ് കിട്ടുന്നത്. അതേസമയത്തും നമ്മുടെ ഹീറോയുടെ മനസ്സിൽ ഈ അടച്ചിട്ട മുറിയിലുള്ള കൊലപാതകം എങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുന്നതെന്നാണ്. ഹീറോക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു, കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കാമോ ഇനിയിപ്പോൾ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത്, ഇതിന്റെ എല്ലാം സൂത്രശാലി കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കുമോ. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് ഹീറോ ചെല്ലുന്നത് കൊലയാളി ബോഡി ഗാർഡിന്റെ റൂമിലേക്കാണ്. അവന്റെ മേശ തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്നും എന്തെല്ലാമോ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാർഡ്സ് കിട്ടും. അതെന്താന്ന് ഹീറോക്ക് മനസ്സിലാവില്ല. അതുമായിട്ട് നേരെ വരുന്നത് നമ്മുടെ ലീയുടെ റൂമിലേക്കാണ്. അവിടെയും ഓരോ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാണുക കരിഞ്ഞ മരക്കുള്ളികളും അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് അവിടെ വെച്ചിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഹീറോ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് താഴെയുള്ള തറയിൽ തട്ടി നോക്കുമ്പോൾ അതിനടിയിൽ എന്തോ ഒരു പൊള്ളയാണ്. അത് തുറന്നു നോക്കുമ്പോഴാണ് കാണുക ആ ഡയറി, ആ ലെഡ്ജർ. ഫാക്ടറി മുതലാളിയും ബോസും തമ്മിലുണ്ടായിരുന്ന ആ ഇടപാടുകളുടെ ബുക്ക് അവൻ ആദ്യമേ കിട്ടിയിരുന്നു. എന്നാൽ ഈ ഒരു കാര്യം അവൻ സംസാരിച്ചില്ല ഹീറോയുടെ അടുത്ത്. അവൻ അത് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല റൂമിൽ അവൻ പന്നിയെ കെട്ടി തൂക്കിയിട്ട് ഷൂട്ടിംഗ് എല്ലാം പഠിച്ചിരുന്നൊരു സ്ഥലമില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചുമരിൽ കുറെ ബുള്ളറ്റുകളെല്ലാം തറച്ചു കിടക്കുന്നുണ്ട്. അതിൽ ഓരോ ബുള്ളറ്റുകളും എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അതിലൊന്ന് എല്ലുകൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റാണ്, ബോൺ ബുള്ളറ്റ്. അതേ സമയത്ത് ലീ അവന്റെ പുതിയ കസേരയിൽ ഇരിക്കാൻ പോവാണ്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ലിറ്റിൽ ആർക്കും ഉണ്ട്. അതേ സമയത്താണ് അവനൊരു കത്ത് കിട്ടുന്നത്. ഹീറോ ആണ് കത്ത് അയക്കുന്നത്. ആ അടഞ്ഞ മുറിയിലെ കൊലപാതകം അതെന്താന്ന് ഞാൻ കണ്ടുപിടിച്ചു, അതിന്റെ രഹസ്യം മനസ്സിലാവണമെങ്കിൽ നീ അതേ സ്ഥലത്തേക്ക് തന്നെ വന്നാൽ മതിയെന്നാണ് കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് കാണുന്ന ലീ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഹീറോയുടെ അടുത്തേക്ക് ആ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ കസേരയിൽ ആ ലെഡ്ജർ ബുക്കും എല്ലിൻ്റെ ബുള്ളറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാകും ഹീറോക്ക് എല്ലാ കാര്യങ്ങളും പിടി കിട്ടിയിട്ടുണ്ട്, ഞാൻ പെട്ടു എന്നുള്ള കാര്യം അവന് മനസ്സിലായി. എന്നാലും അവൻ്റെ മുഖത്ത് വേറെ നിരാശയൊന്നുമില്ല. ഒരൊറ്റ ഷോട്ടിന് അവന് ഹീറോയെ കൊല്ലാനുള്ളതേ ഉള്ളൂ. അവിടെ നിന്ന് അടുത്ത മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ടേബിളിന് മറുവശത്തായിട്ട് ഹീറോ അവനെ കാത്തു നിൽക്കുന്നുണ്ട്. ഹീറോ പറയും കൊലപാതകം ആ റൂമിൽ വെച്ചാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ വെടിവെച്ച ഈ റൂമിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ കേട്ടത് ആ റൂമിൽ നിന്ന് സംഭവിക്കുന്ന പോലെയാണ്. അതിൻ്റെ ടെക്നോളജി എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് നിനക്ക് തന്നെ അറിയാം. നിന്റെ വീട്ടിലും ഷൂട്ട് ചെയ്താൽ അത് മേലെ നിന്ന് കേൾക്കുന്ന പോലെയാണ് തോന്നുക. ലീ ചോദിക്കും നീ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കളി കളിച്ചാലോ. എന്നിട്ട് അവൻ്റെ ഗണ്ണെടുത്ത് അതിൽ ബുള്ളറ്റുകളെല്ലാം താഴെയിട്ട് ഒരൊറ്റ ബുള്ളറ്റ് മാത്രം വെച്ച് അത് കാണാതെ ലോഡ് ചെയ്യും. അതിലിപ്പോൾ ഉള്ളത് ഡെഡ് ബുള്ളറ്റ് അല്ല, റിയൽ ബുള്ളറ്റ് ആണ്. ഇപ്പോഴാണ് അവർ ശരിക്കും സ്വർഗത്തിൻ്റെ വിധി ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ലീ എടുത്ത് തലയിൽ ഷൂട്ട് ചെയ്യും. എന്നാൽ അതിൽ ബുള്ളറ്റ് ഇല്ല. ഹീറോയുടെ അടുത്തേക്ക് നിരക്കി കൊടുത്തുകൊണ്ട് പറയും ഞാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി. ഹീറോ പറയും ഈ തെളിവുകളെല്ലാം നിന്റെ കയ്യിൽ കിട്ടിയിട്ടും അതെല്ലാം നീ ഒളിപ്പിച്ചു വെച്ചു. ഈ ഒരു കേസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാമായിരുന്നു, പക്ഷേ നീ അതിന് സമ്മതിച്ചില്ല. ഈ കൊലപാതകങ്ങളെല്ലാം ഇങ്ങനെ നടന്ന് അവസാനം നീ കൊലയാളിയെ പിടിച്ചാലേ നിനക്ക് പ്രൊമോഷൻ കിട്ടാൻ പോകുന്നുള്ളൂ. ഹീറോ ഗണ്ണെടുത്ത് സ്വന്തം തലയിൽ വെച്ച് ഷൂട്ട് ചെയ്യും. എന്നാൽ അതിലും ബുള്ളറ്റ് ഇല്ല. തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ നിരക്കിക്കൊണ്ട് ചോദിക്കും ബോഡി ഗാർഡും നീയായിട്ടുള്ള ബന്ധം എന്താണ്. ലീ പറയും ഞാനും അവനും ഒരുമിച്ചായിരുന്നു മിലിറ്ററിയിൽ പഠിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവനൊരു വാടക കൊലയാളിയായി മാറി. അവന് കാശ് കിട്ടിയ ആരെ വേണമെങ്കിലും കൊല്ലും. അതുകൊണ്ട് തന്നെ എനിക്ക് കൊല്ലേണ്ട ആളുകളുടെ പേരുകളെല്ലാം ഞാൻ ലിറ്റിൽ ആർക്കിൻ്റെ അടുത്ത് എത്തിക്കും. അവളുടെ അടുത്തിൽ നിന്നാണ് ബോഡി ഗാർഡ് അത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഹീറോ ചോദിക്കും ഈ കാര്യങ്ങളെല്ലാം ലിറ്റിൽ ആർക്കിന് അറിയാമായിരുന്നോ. ലീ പറയും ഞാൻ ഇതുപോലെയുള്ള ഓരോ കത്തുകൾ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അവളാണെങ്കിൽ ഇതെന്താന്ന് ചോദിക്കില്ല, ഞാൻ പറയാനും നിൽക്കാറില്ല. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആദ്യത്തെ സ്ത്രീയുടെ കൊലപാതകം ഒഴികെ ബാക്കിയുള്ള എല്ലാ കൊലപാതകങ്ങളും ലീയും ബോഡി ഗാർഡും കൂടെ ഒരുമിച്ച് ചെയ്ത കൊലപാതകങ്ങളായിരുന്നു. എന്നാൽ ലീ അവൻ്റെ തലയിലും ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യും. എന്നാൽ അതിപ്പോഴും പൊട്ടുന്നില്ല. നിനക്ക് എപ്പോൾ മുതലായിരുന്നു എന്നോട് സംശയം എന്ന് ചോദിച്ച് ലീ അത് ഹീറോയുടെ അടുത്തേക്ക് എന്നെ നിരക്കി വിടും. ഹീറോ പറയും എനിക്ക് നിന്നെ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു, അത് ശരിയാണ്. ചില കാര്യങ്ങൾ ഹീറോ മറച്ചു വെക്കുന്നത് കാണുമ്പോൾ ഇതെന്താ നിങ്ങൾ പറയാത്തതെന്ന് ലീ ചോദിക്കാറുണ്ടായിരുന്നു. അതിന് ഹീറോ പറയാ സമയമാകുമ്പോൾ ഞാൻ
ഞാൻ പറഞ്ഞോളാം എന്നാണ്. അതിൻ്റെ സമയം ഇപ്പോഴാണ് ആയിരിക്കുന്നത്. അങ്ങനെ ഹീറോ ഗണ്ണെടുത്ത് തലയിൽ ഷൂട്ട് ചെയ്യും. എന്നാൽ അതിപ്പോഴും പൊട്ടില്ല. ഇനി അവസാനം 2 ബുള്ളറ്റ് കൂടാണ് ബാക്കിയുള്ളത്. ലീയുടെ അടുത്തേക്ക് അതിട്ട് കൊടുത്താൽ ചിലപ്പോൾ അവൻ്റെ തലയിൽ നിന്നത് പൊട്ടും. അത് പൊട്ടിയില്ലെങ്കിൽ അവസാനത്തെ ബുള്ളറ്റ് ഹീറോയുടെ തലക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഹീറോ ഇപ്പോഴാ ഗണ്ണ് അവന് കൊടുക്കില്ല. കാരണം എതിരെ നിൽക്കുന്നത് ലീ ആണ്, എല്ലാത്തിൻ്റെയും സൂത്രധാരൻ. അവൻ എന്തെങ്കിലും ഒരു പരിപാടി ഇതിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാകുമെന്ന് ഹീറോക്കറിയാം. ആ ഗണ്ണ് ഹീറോ തലയിൽ വെച്ച് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യും. പക്ഷെ അത് അപ്പോഴും പൊട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ലീ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ട്രാപ്പായിരുന്നു. കാരണം അവൻ്റെ അടുത്തേക്ക് വന്നാൽ അത് പൊട്ടില്ല. എന്നാൽ അതിൽ അവസാനത്തെ ബുള്ളറ്റ് കൊണ്ട് അവൻ ഹീറോയെ ഷൂട്ട് ചെയ്യാം. ഹീറോ ചോദിക്കും, നീ എന്നെ കൊല്ലാനായിട്ട് ഇപ്പോഴാണോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമേ തീരുമാനിച്ചിരുന്നോ? ലീ പറയും, ഞാൻ പല സമയങ്ങളിലും നിങ്ങളെ കൊല്ലാനായിട്ട് വിചാരിച്ചിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ആ സമയത്തൊന്നും എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ലീ അവിടെ നിന്ന് തന്നെ അവൻ്റെ കുറ്റസമ്മതം തുറന്നു പറയും. അവനാണ് ഈ പരിപാടികളുടെ എല്ലാം പിന്നെ കളിച്ചതെന്ന് അവൻ സത്യം പറയും. ഇതെല്ലാം കേൾക്കുന്ന ഹീറോ അവസാനത്തെ ബുള്ളറ്റ് അവൻ്റെ തലയിലേക്ക് തൊടുത്തു വിടാനായിട്ട് ഗണ്ണ് ലോഡ് ചെയ്യും. എന്നാൽ ഹീറോ ലീയെ എത്ര അങ്ങോട്ട് മനസ്സിലാക്കിയാലും ലീ അതുപോലെ തന്നെ ഹീറോയെ തിരിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അവൻ കയ്യിൽ നിന്ന് അടുത്ത ഗണ്ണെടുത്ത് ടേബിളിൽ വെക്കും. ഞാനാണ് ഈ നാട്ടിലെ സ്പീഡ് ഷൂട്ടർ എന്ന് നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ മറന്നുപോയില്ല, അത് നീ തന്നെയാണ്. ഹീറോയുടെ ഈ ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ അവന് മനസ്സിലാകും അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഈ ഒരൊറ്റ വാക്ക് കേട്ടിട്ടാണോ എന്നറിയില്ല, അവനൊന്നും ചെയ്യില്ല, അവൻ തിരിച്ചു നടക്കും. അതേസമയത്ത് ഹീറോ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഗണ്ണ് പൊക്കുന്നുണ്ട്. എന്നാൽ തിരിഞ്ഞു നടക്കുന്ന ലീ അവൻ്റെ സ്വന്തം ഗണ്ണ് വെച്ച് താടിക്ക് ഷൂട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്ത് അവിടെ തന്നെ മരിച്ചു വീഴും. അങ്ങനെ ലീ മരിക്കുന്നതോടുകൂടെ സിനിമ അവസാനിക്കുന്നില്ല. കാര്യങ്ങളെല്ലാം കെട്ടടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഹീറോ തിരിച്ചു നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ജയിലിലൊരു പെണ്ണ് ഹീറോക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അവളെ കാണാനും കൂടിയാണ് ഹീറോ പോകുന്നത്. എന്തായാലും അവൾ അയച്ചു കൊടുത്തിരിക്കുന്ന ഒരു കത്തോ എന്തോ ഒരു എഴുത്ത് ഹീറോയുടെ കയ്യിലുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് പെർഫെക്റ്റ് ക്രൈം എന്നൊരു ക്രൈമില്ല, നല്ല ആളുകളെല്ലാം മോശം ആളുകളായി പോകുന്നു. എന്നാൽ എന്താണെന്നറിയില്ല, ഹീറോ ആ പേജ് കത്തിച്ചു കളയും. അങ്ങനെ ഹീറോ പോകുന്ന ട്രെയിനും കാണിച്ചുകൊണ്ട് ദ ബുള്ളറ്റ് വാനിഷസ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമയിലെ ആദ്യത്തെ സ്ത്രീയുടെ കൊലപാതകം ഒഴികെ ബാക്കിയുള്ള എല്ലാ കൊലപാതകങ്ങളും ലീയാണ് ചെയ്യുന്നതെന്ന് അവൻ സമ്മതിച്ചെങ്കിലും ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് അങ്ങനെ അങ്ങ് മനസ്സിലാവുന്നില്ല. ഈ സിനിമയിൽ പറയാത്ത പല കാര്യങ്ങളും സിനിമയിൽ പറയാത്ത പല കാര്യങ്ങളും ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവാനായിട്ടാണ് ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞത്. ഇനിയും സിനിമയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും. സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കൽ.